അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ അൻസാർ വെള്ളോടത്ത്, CEO ഫോക്കസ് ദമാം, ഫോക്കസിൻ്റെ ഇസ്ലാമിക് അഫയേഴ്സ് കോർഡിനേറ്റർ, യുവ പണ്ഡിതൻ കൂടിയായ ഖുദ്റത്തുള്ള നദ്വി, ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ബഹുമാന്യനായ CP ഇബ്രാഹിം, അതിലുപരി ഏറ്റവും ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഇസ്ലാഹി ഭൂമികയിൽ നിന്നുകൊണ്ട് ഇസ്ലാഹി സെൻറ്ററിൻ്റെ നിയന്ത്രണത്തിൽ, അതോടൊപ്പം തന്നെ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഉപദേശത്തിലും ഏകദേശം 5 വർഷമായി ദമാമിൽ പ്രവർത്തിക്കുന്ന ആദർശ യുവജന പ്രസ്ഥാനമാണ് ഫോക്കസ്. ഫോക്കസ് സൗദിയിൽ ഏകദേശം 12 ചാപ്റ്ററുകളിൽ ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ ചുറ്റുപാട്, നമ്മുടെ ദമാമ് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ 70% യുവജനങ്ങളും അസംഘടിതരാണ്. ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിച്ച് സംഘടിതമായി മുന്നേറുന്ന വെറും 30% നമുക്ക് കാണാൻ സാധിക്കൂ. ഇങ്ങനെയുള്ള അസംഘടിതമായ യുവാക്കളെ ആദർശരംഗത്തേക്ക് കൊണ്ടുവരികയും നന്മയുടെ പാതയിലേക്ക് വിളിച്ചു വരുത്തുകയും അതോടൊപ്പം തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുക എന്നതാണ് ഫോക്കസിൻ്റെ മുന്നിലുള്ള ദൗത്യം. ഫോക്കസ് മത, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ജീവകാരുണ്യ മേഖലയിൽ 5 വർഷമായി ദമാമിൽ പ്രവർത്തിച്ചു വരുന്നു. ഫോക്കസിൻ്റെ ഉപവിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്തേക്ക്, നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ അസംഘടിതരായ യുവാക്കളെ, അവരുടെ പല യുവാക്കൾക്കും പല മേഖലയിൽ കഴിവുകളുണ്ടാവും. അപ്പോൾ വിദ്യാഭ്യാസപരമായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളെ അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഫോക്കസ്, അതോടൊപ്പം തന്നെ ആരോഗ്യരംഗത്ത്, അതേപോലെ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോക്കസ് കെയർ, അതോടൊപ്പം തന്നെ പരിസ്ഥിതി, നമുക്കറിയാം ഇസ്ലാമിൻ്റെ, നമുക്കറിയാം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അതേപോലെ തന്നെ ഒരു മൂല്യബോധമുള്ള ഒന്നാണല്ലോ പരിസ്ഥിതി സംരക്ഷണം. ഈ പരിസ്ഥിതി സംരക്ഷണവുമായി താല്പര്യമുള്ള അസംഘടിതരായ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഫോക്കസ്, ഇങ്ങനെ പല ബ്രാഞ്ചുകളായിക്കൊണ്ട് ഫോക്കസ് ദമാമിൻ്റെ കീഴിലൂടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഏകദേശം 1 മാസം മുമ്പ്, നമുക്കറിയാം, ഇന്ന് നാട്ടിലൊക്കെ +2 വിദ്യാർത്ഥികൾക്കുള്ള എൻട്രൻസ് കോച്ചിങ് എക്സാം മെയ് 2-ാം തീയതി IIT അതേപോലെ നീറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സാമിൻ്റെ മോഡൽ എൻട്രൻസ് എക്സാമിനേഷൻ സൗദിയിലെ മിക്ക സ്കൂളുകളിലും അവരുടെ പൂർണ്ണ സഹായത്തോടു കൂടി ഫോക്കസ് കഴിഞ്ഞ മാർച്ച് 3-ാം തീയതി ഇവിടെ നടത്തി. വളരെ വമ്പിച്ച ഒരു പ്രതികരണമാണ് അധ്യാപകരിൽ നിന്ന് കിട്ടിയത്, അതോടൊപ്പം തന്നെ രക്ഷിതാക്കളിൽ നിന്നും. കാരണം ഇങ്ങനെ ഒരു മോഡൽ എൻട്രൻസ് എക്സാം ഇവിടെയുള്ള കുട്ടികൾക്ക് തികച്ചും അന്യമായിരുന്നു. അതോടൊപ്പം ഒരാഴ്ച മുമ്പ് അൽ നബീറിൽ വെച്ച് ഹൗ ടു ഫേസ് ദി എക്സാം,
ഈ ഒരു ടോപ്പിക് വെച്ചുകൊണ്ട് എജു ഫോക്കസ് തന്നെ പാരൻസിനും അതോടൊപ്പം തന്നെ സ്റ്റുഡൻസിനും വേണ്ടി കൗൺസിലിംഗ് ക്ലാസ്സുകൾ നടത്തി. ഫോക്കസിൻ്റെ ജീവകാരുണ്യ വിഭാഗമായ ഫോക്കസ് കെയർ 2 മാസം മുമ്പ് സൗജന്യ വൃക്കനിർണയ ക്യാമ്പ് അൽ-നബീർ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തുകയുണ്ടായി. അതോടൊപ്പം ഈ വരുന്ന ഏപ്രിൽ 14 സെൻട്രൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് രക്തദാന ക്യാമ്പ്, അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. അതോടൊപ്പം ഫോക്കസിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റായിരുന്നു ജിത്പൂർ പ്രൊജക്റ്റ്. ഏകദേശം കഴിഞ്ഞ റമദാനിൽ ഉദാരമതികളായ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ സംഭാവന സ്വരൂപിച്ചുകൊണ്ട് ഏകദേശം 34 ലക്ഷം സമാഹരിച്ച് ഇന്ത്യയിലെ ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്തിലെ പാക്കൂർ ഡിസ്ട്രിക്റ്റിലെ ജിത്പൂർ എന്നൊരു വില്ലേജ് 40 കുടുംബങ്ങളെ ഫോക്കസ് ദത്തെടുക്കുകയുണ്ടായി. അവർക്ക് വേണ്ട താമസ സൗകര്യം, അതോടൊപ്പം പ്രാഥമിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, കിണറുകൾ, ഇതെല്ലാം അതിൻ്റെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50% അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഫോക്കസിൻ്റെ HR ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയുള്ള യുവാക്കൾക്ക് വേണ്ടി സ്പീക്കേഴ്സ് ഫോറം, സ്പീക്കേഴ്സ് ക്രാഫ്റ്റ് പ്രോഗ്രാം, ഇംഗ്ലീഷിലുള്ള ക്രാഫ്റ്റ് പ്രോഗ്രാം ഈ അടുത്ത കാലത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതിവിടെയുള്ള അൽ തുർക്കി ട്രോസ് മാസ്റ്ററുമായി സഹകരിച്ചിട്ടാണ് ആ പ്രോഗ്രാം നടത്തുന്നത്. ഏകദേശം 1.5 മാസം മുമ്പ് സൗദി അറേബ്യയിലുള്ള എല്ലാ ലുലു ഗ്രൂപ്പുമായി സഹകരിച്ചുകൊണ്ട് ഹലാലൻ തൊയ്യിബൻ, ഇസ്ലാമിൻ്റെ പവിത്രമായ ഹലാലൻ തൊയ്യിബൻ എന്ന ഒരു ക്യാപ്ഷനിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിഷരഹിത പച്ചക്കറികൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തി. ആ ക്യാമ്പയിൻ ഇപ്പോഴും 3 മാസത്തോളം ആ ക്യാമ്പയിൻ്റെ പ്രവർത്തനമാണ്, അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയൊക്കെ ഫോക്കസിൻ്റെ വിവിധ വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ മുന്നിലിരിക്കുന്ന യുവാക്കളാണ്. ഫോക്കസിന് ഇനിയും ഈ സംരംഭങ്ങളിലേക്ക് യുവാക്കൾ അത്യാവശ്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 70% യുവാക്കളും ഇവിടെ അസംഘടിതരാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആദർശ പ്രസ്ഥാനത്തിലേക്ക്, ഇസ്ലാഹി സെൻ്ററിലേക്ക് ദീനിൻ്റെ വെളിച്ചം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ ഈ ദമാമിലെ യുവാക്കളെ ഈ സംഘടനയിലേക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഫോക്കസ് നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഏത് സമയത്തും നിങ്ങൾക്കെല്ലാവർക്കും ഇതിൽ അംഗത്വം എടുക്കാവുന്നതാണ്. സമയം ഒത്തിരി വൈകിയതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ഇദ്രീസ് സ്വലാഹി അവറുകളാണ്. അദ്ദേഹത്തെ ഫോക്കസ് ദമാമിന് വേണ്ടി ഹാർദവമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ന് ഈ പ്രോഗ്രാമിലെ ചീഫ് ഗസ്റ്റ് നമ്മോട് നമ്മുടെ വിഷയവുമായി കൊണ്ട് സംവദിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ഇൻട്രാക്റ്റീവ് സെഷനും നമ്മോട് കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ ബഹുമുഖ പണ്ഡിതനും നിഷ് ഓഫ് ട്രൂത്ത് ഡയറക്ടറുമായ MM അക്ബർ സാഹിബ്, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രസീഡിയത്തിലുള്ളത് ബഹുമാന്യനായ ഇസ്ലാഹി സെൻ്ററിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി CP ഇബ്രാഹിം സാഹിബ്, അതോടൊപ്പം തന്നെ ബഹുമാന്യനായ ഇസ്ലാഹി സെൻ്ററിൻ്റെ പ്രസിഡന്റ് സൈനുൽ ആബിദീൻ സാഹിബ്, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാറ്റിനുപരിയായി നമുക്കറിയാം, നാളെ എല്ലാവർക്കും
ഡ്യൂട്ടിയുള്ള ദിവസമാണ്. എന്നാലും ഞങ്ങളുടെ ഈ ഒരു മെസ്സേജ് കൊണ്ട്, ക്ഷണം കൊണ്ട് ഇവിടെ എത്തിയ എൻ്റെ മുന്നിലുള്ള സ്നേഹാദരണീയരായ എല്ലാ സഹോദരീ സഹോദരന്മാരെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിനു വേണ്ടി ഫോക്കസ് ദമാമിൻ്റെ CEO അൻസാർ വെള്ളാടത്തിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്പം വൈകിയാണ് നാം ഈ ഒരു പരിപാടി തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ നാളെ എല്ലാവർക്കും വർക്കിംഗ് ഡേ ആണ്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കൃത്യസമയത്ത് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ പരിപാടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ഇദ്രീസ് സലാഹിയെ ആദരവുപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരൻ ബഹുമാന്യനായ MM അക്ബർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈസ്റ്റേൺ പ്രൊവിൻസിലെ ഇസ്ലാഹി സെൻ്ററുകൾ കഴിഞ്ഞ മാർച്ച് 17 തുടങ്ങി മെയ് 19 അവസാനിക്കുന്ന മതം സമാധാനമാണ്, കലാപമല്ല എന്ന വിഷയത്തെ അധികരിച്ചുള്ള ക്യാമ്പയിനിൻ്റെ ഒരു യൂത്ത് മീറ്റാണ് ഈ വേദിയിൽ ഫോക്കസിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈ പരിപാടിയെ അനുഗ്രഹിക്കുമാറാവട്ടെ. ടുഗദർ വിത്ത് യൂത്ത്, യുവാക്കൾ എല്ലാ സമൂഹത്തിൻ്റെയും നെടുന്തൂണാണ്. ഒരറബി കവി അദ്ദേഹത്തിൻ്റെ കവിതയിൽ പാടി, ലൈത ശബാബ് യഊദു യൗമൻ സഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. അദ്ദേഹം ഇങ്ങനെ വാർദ്ധക്യത്തിലായപ്പോൾ അദ്ദേഹം പാടിയൊരു പാട്ടാണ്, എൻ്റെ ജീവിതത്തിൽ ഇനിയെങ്ങാണ്ടും യുവത്വം മടങ്ങി വരികയാണെങ്കിൽ ഈ വാർദ്ധക്യം എന്നോട് ചെയ്യുന്ന പ്രയാസങ്ങൾ ഞാൻ എൻ്റെ യുവത്വത്തോട് പറയുമായിരുന്നു എന്ന്. ഇനി മടങ്ങില്ല. ലൈത്ത വെച്ചൊരു കാര്യം പറഞ്ഞാൽ അത് മടങ്ങാത്തതാണ്. പക്ഷേ ആ കവിയുടെ വിചാരങ്ങളാണ്, വാർദ്ധക്യത്തിലുള്ള വിചാരങ്ങളാണ് ആ കവിതയിലൂടെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ മടങ്ങി വരാത്ത ഈ പ്രായത്തിൽ ഫോക്കസിനെ പോലെയുള്ള മതനിഷ്ഠയുള്ള, മതചിട്ടയുള്ള ഈ യുവാക്കൾ നല്ലവരായ അസംഘടിതരായി കഴിയുന്ന യുവാക്കളെ നന്മയിലേക്ക് നയിക്കാനുള്ള ഈ കൂട്ടായ്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതൊരു പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം നമ്മുടെ വിശ്വാസ ശുദ്ധീകരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരെയും പ്രവാചകന്മാരായി തിരഞ്ഞെടുത്തപ്പോൾ ആദ്യം ആ പ്രവാചകന്മാർ മനുഷ്യന്മാരുടെ മനസ്സുകളെയാണ് ശുദ്ധീകരിച്ചത്. റസൂലുള്ള വരുമ്പോൾ, മക്കത്ത് വരുമ്പോൾ അവിടെ അരാജകത്വം കൊടികുത്തി വാണിരുന്നു. വിശ്വാസപരമായും സാംസ്കാരികപരമായും അരാജകത്വം കൊടികുത്തി വാഴിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർദ്ദിക്കപ്പെടുന്ന തൊഴിലാളികൾ മക്കയിലുണ്ടായിരുന്നു. സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർ മക്കയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ തൊഴിലാളിക്ക് കൂലി കൊടുക്കാത്തവർ മക്കയിലുണ്ടായിരുന്നു. യുദ്ധം ചെയ്ത് എന്നും കൊലവിളി നടത്തുന്ന മനുഷ്യന്മാർ മക്കയിലുണ്ടായിരുന്നു. ആ സാമൂഹ്യ തിന്മകളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തോട് ആ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നതിന് മുമ്പ് ആദ്യം പ്രതികരിച്ചത് അവരുടെ വിശ്വാസ ശുദ്ധീകരണത്തിനാണ്. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത്. അത് സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം
അവരിൽ നിന്നുള്ള വ്യഭിചാരത്തെയും അവരിലുള്ള മദ്യാസക്തിയെയും അവരിലുള്ള യുദ്ധക്കൊതിയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്രമേണ ആയത്തുകൾ ഇറങ്ങാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് പ്രധാനം. ആ വിശ്വാസത്തിലാണ് നമ്മുടെ എല്ലാ നന്മകളും നമ്മൾ കെട്ടി ഉയർത്തേണ്ടത്. ആ ഒരു പരിപാടിയാണ് ഫോക്കസും അതിനോടനുബന്ധിച്ചുള്ള ഇസ്ലാഹി സെൻ്ററുകളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ബഹുമാന്യനായ എം അക്ബർ സാഹിബിന് കൂടുതൽ സമയം കിട്ടാനും നിങ്ങളുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ സെഷനിൽ പങ്കെടുക്കാനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലുള്ള ഈ പ്രവർത്തനം, വിശ്വാസ ശുദ്ധീകരണത്തോടു കൂടെയുള്ള സാമൂഹ്യ പ്രവർത്തനം നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തനത്തെ അനുഗ്രഹിക്കട്ടെ. ഈ യോഗൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ഇദ്രീസ് സലായിക്ക് ഫോക്കസ് ദമാമിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ പരിപാടിയിലെ മുഖ്യ ഇനമായ നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ എം അക്ബർ സാഹിബിൻ്റെ ടുഗദർ വിത്ത് യൂത്ത് എന്ന ക്യാപ്ഷനിലുള്ള പ്രഭാഷണമാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. പ്രിയപ്പെട്ട ശരീരത്തിനും മനസ്സിനും യുവത്വമുള്ള സഹോദരങ്ങളെ, എല്ലാ സദസ്സിലും വേദിയിലും ശരീരത്തിന് യുവത്വമുള്ളവരുമുണ്ട്, എന്നെപ്പോലെ മനസ്സിന് മാത്രം യുവത്വമുള്ളവരുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അഭിസംബോധന ചെയ്തത്. ക്രിസ്താബ്ദം 2-ാം നൂറ്റാണ്ടിൽ റോമ ഭരിച്ച ക്രൂരനായൊരു രാജാവിനെ പറ്റി എഡ്വേർഡ് ഹിപ്പൺ തൻ്റെ ഹിസ്റ്ററി ഓഫ് ഫാൾ ആൻഡ് ഡിക്ലൈൻ ഓഫ് റോമൻ എംപയർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഈ ഏകഛത്രാധിപതിയുടെ പേര് ഗിബ്ബൺ പറയുന്നത് ഡെസിയൂസ് എന്നാണ്. അദ്ദേഹത്തെ ചരിത്രത്തിൽ വേറിട്ട് നിർത്തുന്നത് ബഹുദൈവാരാധനയെ വളരെ ശക്തമായി പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ചക്രവർത്തി എന്നുള്ള നിലക്ക്. റോമക്കാർ തികഞ്ഞ ബഹുദൈവാരാധകരായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഡെസിയൂസ് ചക്രവർത്തി റോമക്കടുത്തുള്ള റോമയുടെ പ്രദേശങ്ങളിൽപ്പെട്ട ഫലസ്തീനിലും പ്രാന്തപ്രദേശങ്ങളിലുമെല്ലാം യേശുക്രിസ്തു പഠിപ്പിച്ച സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ആ യേശു പഠിപ്പിച്ച സന്ദേശങ്ങളിലേക്ക് ഒറ്റയും തെറ്റയുമായി
ആളുകൾ ആകർഷിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ വിഗ്രഹാരാധനയെ അതിശക്തമായി അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് തൻ്റെ ഭരണകാലം പൂർത്തീകരിച്ചത്. ഡെസിയൂസിൻ്റെ കാലത്ത് ജീവിച്ച 7 പേരെക്കുറിച്ച് ഗിബൺ പറഞ്ഞു പോകുന്നുണ്ട്. ഈ 7 പേർ ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ഏകദൈവ വിശ്വാസം സ്വീകരിക്കുകയും സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യനെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകൾ. ഗിബന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ക്രിസ്ത്യാനികളായിരുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തു മതം അന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ക്രിസ്ത്യാനികളാണ് എന്ന് ഗിബൺ പറയുന്ന ഏകദൈവ വിശ്വാസികൾ. അവര് സ്വാഭാവികമായും ഈ രാജാവിൻ്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി. അവരെ ഡെസിയൂസ് രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അവരെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അങ്ങനെ കൊല്ലാൻ തീരുമാനിച്ച് കൊട്ടാരത്തിലെത്തിയപ്പോഴാണ് താൻ അറിഞ്ഞ ഈ 7 യുവാക്കൾ യുവാക്കളാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. വളരെ പ്രായം കുറഞ്ഞവർ. അതുകൊണ്ട് തന്നെ അവരെ നിർബന്ധിച്ചുകൊണ്ട് മതത്തിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ അവരെ ബഹുദൈവ വിശ്വാസികളാക്കി തീർത്തു എന്ന് വരുത്തി തീർത്തുകൊണ്ട് കുറച്ചു കാലം കൂടി ജീവിക്കുവാൻ അദ്ദേഹം അവരെ വിട്ടു. അങ്ങനെ ആ വിട്ട സമയത്ത് അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു. വിട്ടതിന് ശേഷം യാത്രയിലായിരുന്നു. യാത്ര കഴിഞ്ഞ് വരുന്നത് വരെയുള്ള സമയം അവർക്ക് അദ്ദേഹം നൽകി. യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അവരെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ അവർ ബഹുദൈവ വിശ്വാസത്തിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ അവരെ കൊന്നുകളയുമെന്നായിരുന്നു ഡെസിയൂസ് രാജാവിൻ്റെ വർത്തമാനം. അവർ വീണ്ടും സമൂഹത്തിലിറങ്ങി. രാജാവിൻ്റെ യാത്രയുടെ സന്ദർഭത്തിൽ രാജാവിൻ്റെ 1-2 ഉദ്യോഗസ്ഥന്മാരും ക്രിസ്തുവിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായി എങ്കിലും രാജാവിൻ്റെ ശക്തമായ നിലപാട് കാരണം പുറത്തു പറയാൻ കഴിയാത്തവരായിരുന്നു. അവർ ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ മറച്ചുവെച്ചു. അവർ സമൂഹത്തിൽ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. രാജാവ് തിരിച്ചു വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവർ ഒരു ഗുഹയിൽ അഭയം തേടി. ഗുഹയിൽ അഭയം തേടിയിട്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഗുഹയിൽ നിൽക്കുന്ന സമയത്ത് അവരുറങ്ങി. ഉറങ്ങിയതിന് ശേഷം രാജാവ് ഇവരെക്കുറിച്ച് അറിഞ്ഞു. ഇവരെ കാണാൻ വേണ്ടി ഗുഹയിലെത്തി. അവരുറക്കത്തിലാണ് എന്ന് മനസ്സിലായപ്പോൾ തിരക്കുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം മുഖത്തെ വലിയൊരു കല്ലുകൊണ്ട് മൂടി അവിടെ കിടന്ന് അവർ ചത്തുകളയട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം മടങ്ങി. ഗിബൺ പറയുന്നത് 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം അവർ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് തിയോഡസ് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. തിയോഡിയസ് രാജാവാകട്ടെ അപ്പോഴേക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും യഥാർത്ഥത്തിലുള്ള ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. അവർ ഉണർന്നതറിഞ്ഞ് രാജാവും പരിവാരങ്ങളും എത്തി. അവിടെ വെച്ച് തന്നെ
അവരാലിംഗനം ചെയ്തു. അവിടെ വെച്ച് തന്നെ അവർ ഗുഹയിൽ വെച്ച് തന്നെ അവർ മരണപ്പെട്ടു. മരിച്ചതിന് ശേഷം അവിടെ വലിയൊരു ആരാധനാലയം നിർമ്മിച്ചു. ആരാധനാലയത്തിന് പുറത്ത് ഇവരെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു രേഖയും തൂക്കി. ഇത് ഗിബ്ബന്റെ പുസ്തകത്തിലുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹഫിലെ 9 മുതൽ 26 വരെയുള്ള 18 വചനങ്ങളിൽ ഈ ഗുഹാവാസികളെ കുറിച്ചാണ് പറയുന്നത്. ഈ ഗുഹാവാസികളെ കുറിച്ച് പറയുമ്പോൾ ദീർഘമായ 18 വചനങ്ങളിൽ പ്രവാചകന്മാരല്ല അവർ ആ രൂപത്തിൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. പക്ഷേ ആ ഗുഹാവാസികൾക്ക് പടച്ച തമ്പുരാൻ നൽകിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് അത്ഭുതകരമായി പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ സൂറത്തുൽ കഹഫിലെ 10-ാമത്തെ വചനത്തിൽ അവർ ഗുഹയിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നത്, അവർ ആ യുവാക്കൾ ഫിത്തിയത്ത് ആയിട്ടുള്ള ആളുകൾ ഗുഹയിലേക്ക് പോയി. അവരുടെ യുവത്വത്തെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറയുന്നു. എന്നതുകൊണ്ടല്ല ഞാൻ ഈ ചരിത്രം നിങ്ങളുടെ മുന്നിൽ ആദ്യമായി വെച്ചത്. പരിശുദ്ധ ഖുർആനിൽ ഈ ഗുഹാവാസികളുടെ ചരിത്രം പറയവേ പറഞ്ഞു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. സൂറത്തുൽ കഹഫിലെ 17-ാമത്തെ വചനത്തിൽ ഈ ഗുഹാവാസികൾക്ക് അല്ലാഹു കൊടുത്ത വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. ആ അനുഗ്രഹം അത്ഭുതകരമാണ്. അത് മറ്റൊന്നുമല്ല, അവരുടെ മൂവ്മെന്റ്സിനനുസരിച്ച്, അവരുടെ കിടത്തത്തിനനുസരിച്ച് സൂര്യപ്രകാശത്തെ ഇടത്തോട്ടും വലത്തോട്ടും അല്ലാഹു ഉദയത്തിൻ്റെ സമയത്തും അസ്തമയത്തിൻ്റെ സമയത്തും ചെരിച്ചു കളഞ്ഞു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇപ്പോൾ ജോർദാനിൽ ഈ ഗുഹ ആണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹ നമുക്ക് കാണാൻ കഴിയും. സൂര്യപ്രകാശത്തെ അള്ളാഹു പ്രത്യേകമായ അനുഗ്രഹം വഴി ഗുഹാമുഖത്ത് നിന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവർക്ക് വേണ്ടി അള്ളാഹു പ്രാപഞ്ചിക വ്യവസ്ഥയിൽ ഇടപെട്ടു എന്ന്. പ്രാപഞ്ചിക വ്യവസ്ഥിതിയിൽ ഇടപെടുക. ഞാൻ പഠിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അത്ഭുതങ്ങൾ, പ്രവാചകന്മാരിലൂടെ പ്രകടിപ്പിക്കപ്പെട്ട അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രകടിപ്പിക്കപ്പെട്ടതായി പരിശുദ്ധ ഖുർആൻ പറയുന്ന ചന്ദ്രൻ പുലർത്തിയ അത്ഭുതമല്ലാതെ മറ്റൊരത്ഭുതത്തിലും അള്ളാഹു പ്രപഞ്ച വ്യവസ്ഥിതിയിൽ ഇടപെട്ടതായി നമുക്ക് കാണാൻ കഴിയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ അന്തിമ പ്രവാചകനാണ്. ഈ ഗുഹാവാസികളാകട്ടെ 7 സാധാരണ മനുഷ്യരാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറയുന്നത് പോലെ അവർ യുവാക്കളാണ്. അവർ സൃഷ്ടികർത്താവായ തമ്പുരാന്റെ സന്ദേശം സ്വീകരിച്ചു എന്ന തെറ്റ് മാത്രം ചെയ്തവരാണ്. ആ സന്ദേശം പ്രചരിപ്പിച്ചു എന്നതായിരുന്നു അവരുടെ കുറ്റം. ആ സന്ദേശം പ്രചരിപ്പിച്ചതിനാൽ അവരെ കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ട് രാജാവ് പോയി ഗുഹാമുഖം അടച്ചപ്പോൾ അവരതിനു മുമ്പ് പടച്ചവനെ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത് നമുക്ക് 10-ാമത്തെ വചനത്തിൽ കാണാൻ കഴിയും. ആ റഹ്മത്ത് അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ആ റഹ്മത്ത് അവരിലേക്ക് ഇറങ്ങിയതാണ് നമ്മൾ കാണുന്നത്. അത്ഭുതകരമായി അവർ ഗുഹയിൽ ജീവിച്ചിരുന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ പിന്നീടുള്ള സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവർ ഉണർന്നതിന് ശേഷം
ആളുകൾ അങ്ങാടിയിലേക്ക് പോയപ്പോൾ അവരുടെ നാണയം എടുക്കാത്തതാണെന്ന് മനസ്സിലായതും 300 വർഷങ്ങൾ കഴിഞ്ഞു എന്ന് മനസ്സിലായതും പിന്നീട് രാജാവ് വന്നതുമെല്ലാമായിട്ടുള്ള സംഗതികളിലേക്ക് ഖുർആൻ സൂചന നൽകുന്നുണ്ട്. ഇവിടെ അവർക്ക് വേണ്ടി അവരുടെ ഇച്ഛാശക്തി കൊണ്ട്, അവരുടെ ആദർശനിഷ്ഠ കൊണ്ട്, അവരുടെ കൃത്യമായ സത്യത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പ് കൊണ്ട് അള്ളാഹു പ്രാപഞ്ചിക വ്യവസ്ഥിതിയിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് അവർക്ക് അനുഗ്രഹം നൽകിയെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ യുവാക്കൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് ഈ യുവാക്കളോടൊപ്പം ടുഗദർ വിത്ത് യൂത്ത്, യുവാക്കളോടൊപ്പം ചെലവഴിക്കുക, യുവാക്കളോടൊപ്പം നിൽക്കുക എന്ന തലക്കെട്ടോടു കൂടിയുള്ള ഇസ്ലാഹി സെന്ററിന്റെ ക്യാമ്പയിനോടനുബന്ധിച്ചുള്ള യുവ മീറ്റിംഗിൽ ഫോക്കസുകാരോട്, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന മുഴുവൻ യുവാക്കളോടും എനിക്ക് പറയാനുള്ളത്, നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ, ആദർശനിഷ്ഠയുണ്ടെങ്കിൽ, അതിനുവേണ്ടി ആരെയും ഭയപ്പെടാതെ പ്രവർത്തിക്കുവാനുള്ള ഇച്ഛാശക്തിയുണ്ടെങ്കിൽ അള്ളാഹു പ്രാപഞ്ചിക വ്യവസ്ഥിതിയിൽ പോലും ഇടപെടും എന്നതിനുള്ള വലിയ തെളിവായിട്ടാണ് നമ്മളവിടെ യുവാക്കൾക്ക് വേണ്ടി ഇടപെടുന്നുള്ളതിന് വലിയ തെളിവായിട്ടാണ് ഈ കാര്യം നമ്മൾ കാണേണ്ടത്. ചെറിയൊരു കാര്യമല്ല അത്. യുവാക്കൾ ആരുമല്ല, അള്ളാഹു വഹി നൽകിയവരല്ല. അള്ളാഹു ഏതെങ്കിലും രൂപത്തിലുള്ളൊരു വഹിയെ, ഏതെങ്കിലും രൂപത്തിലുള്ളൊരു ബോധനം, ഒരു ഇൽഹാമിന്റെ രൂപത്തിലെങ്കിലും അവർക്ക് നൽകിയതായി ഖുർആനിൽ ഒരു സൂചനയുമില്ല. അവരെ നയിക്കാൻ പണ്ഡിതന്മാരോ മറ്റോ ഉണ്ടായിരുന്നില്ല. അവരെ നയിക്കാൻ പ്രായമുള്ളവരുള്ളതായിട്ടും പരിശുദ്ധ ഖുർആനിലൊരു സൂചനയുമില്ല. പക്ഷേ അവർ ആദർശനിഷ്ഠയുള്ള, നിശ്ചയദാർഢ്യമുള്ള, പ്രതീക്ഷയുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥന ഈ സന്ദേശം സ്വീകരിച്ച ആളുകളെ കണ്ടുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുവാൻ സർവശക്ത നീ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ എന്നായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഉത്തരവാണ് 300 കൊല്ലങ്ങൾക്ക് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ കണ്ടത്. അവർ ഗുഹക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 2 പ്രാർത്ഥനകൾ സമാഗമിക്കുകയായിരുന്നു. തിയാഡിയസ് ചക്രവർത്തി, ആളുകൾക്ക് ദൈവവിശ്വാസമെല്ലാം ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വേണ്ടത്ര വിശ്വാസം പോരാ. അതുകൊണ്ട് തിയാഡിയസ് ചക്രവർത്തി പടച്ചവനോട് പ്രാർത്ഥിച്ച സന്ദർഭമായിരുന്നു അത്രയത്. ദൈവമേ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന എന്തെങ്കിലും തെളിവുകൾ നീ എനിക്ക് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന തെളിവുകൾ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച സന്ദർഭം. ആ പ്രാർത്ഥനക്കുള്ള ഉത്തരം, അതേപോലെ തന്നെ യുവാക്കളുടെ പ്രാർത്ഥനക്കുള്ള ഉത്തരവും ഒരുമിച്ച് വരികയായി. യുവത്വം നശിപ്പിക്കുവാനുള്ളതല്ല, യുവത്വം നിർമ്മാണാത്മകമാണ്. യുവത്വം കേവലം ചോരത്തിളപ്പിൻ്റേത് മാത്രമല്ല. ആ ചോരത്തിളപ്പ്, യുവത്വത്തിൻ്റെ സ്വാഭാവികമായ ചോരത്തിളപ്പ് നന്മയുടെ മാർഗത്തിലൂടെ ചാനലൈസ് ചെയ്യാൻ സാധിച്ചാൽ അത് സൃഷ്ടിക്കുന്ന വലിയ വിപ്ലവങ്ങൾക്ക് ലോക ചരിത്രം സാക്ഷിയായിട്ടുണ്ട്. എന്നും അങ്ങനെ പ്രവാചകന്മാരുടെ മുഴുവനും നേതാവായി അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു എന്ന്. അദ്ദേഹം ഒരു വ്യക്തിയല്ല, ഒരു ചെറിയ സംഘടനയുമല്ല, മറിച്ച് ഒരു ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജനതതി എന്നാണ് അർത്ഥം, ഒരു നേഷൻ എന്നാണ് അർത്ഥം. ഒരു വ്യക്തിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഉമ്മത്ത് എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയാണ്. അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു, ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ യുവത്വ കാലഘട്ടത്തിൽ ആണ് ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇറങ്ങുന്നത്.
സൂറത്ത് അംബിയായിൽ 21-ാമത്തെ അധ്യായത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ ക്ഷേത്രത്തിൽ കയറി വിഗ്രഹങ്ങളെ ഉടച്ചിട്ട് വലിയ വിഗ്രഹത്തിൻ്റെ തോളിൽ ഈ മഴു തൂക്കിക്കൊണ്ട് കടന്നു പോയപ്പോൾ അത് കണ്ട് അവരുടെ മനസ്സാകെ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ ആരാണിത് ചെയ്തത് എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന മറുപടിയിൽ ഒരു യുവാവുണ്ടായിരുന്നു, ഒരു ഫത്തായി ഉണ്ടായിരുന്നു. അയാൾ ഈ സൃഷ്ടി പൂജയെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേൾക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെയും യുവത്വം പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്ത് പറയുന്നു. ആ യുവത്വ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രബോധന പ്രവർത്തനങ്ങളാൽ സജീവമായതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഭഗീരഥ പ്രയത്നമെന്ന് നമ്മൾ മലയാളത്തിൽ പറയാൻ കഴിയുമെങ്കിൽ ആ പ്രയത്നത്തിൻ്റെ സകലവിധ ഔന്നത്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹം അവസാന നാൾ വരെയുള്ള മുഴുവൻ വിശ്വാസികളുടെയും പ്രവാചകന്മാരുടെയും പിതാവായി തീരുന്ന തരത്തിൽ അള്ളാഹു അനുഗ്രഹിക്കുന്ന രൂപത്തിൽ അദ്ദേഹം കർമ്മനിരതനാവുകയായി. ആ യുവത്വത്തിൽ തിടന്ന കർമ്മ നൈരന്തര്യം വാർദ്ധക്യത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വരെ നമുക്ക് കാണാനും കഴിയും. അതാണ് യുവത്വത്തിൻ്റെ സവിശേഷത. അതിനെ ഉപയോഗിക്കാൻ സാധിക്കണം, നന്മയിലേക്ക് ചാനലൈസ് ചെയ്യാൻ കഴിയണം. അപ്പോൾ നമുക്ക് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇന്നെല്ലാവരും പൊതുവെ ആസ്വാദനത്തിൻ്റെ ലോകത്താണ്. ജീവിതം എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് ആസ്വദിക്കാൻ വേണ്ടി എന്ന ഉത്തരമാണ് പൊതുവായി യുവാക്കൾക്ക് നൽകാനുള്ളത്. ആസ്വാദനം എല്ലാവർക്കും ആവശ്യമാണ്, സംശയമൊന്നുമില്ല. ജീവിതത്തെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ജീവിത നിഷേധമാകും. പക്ഷേ ജീവിതം ആസ്വദിക്കുവാൻ വേണ്ടി എന്ന രൂപത്തിലാകുമ്പോൾ ഈ ലോകത്തെ ഏത് ആസ്വാദനമാണെങ്കിലും അത് അവന് അവസാനമുണ്ട് എന്നും ഏത് സുഖത്തിനും അപ്പുറത്ത് ദുഃഖമുണ്ട് എന്നുമുള്ള വസ്തുത മനസ്സിലാകാതെയാകുന്നു. അതുകൊണ്ടാണ് ആസ്വാദനത്തിൻ്റെ പുതിയ പുതിയ തുരുത്തുകൾ തേടിക്കൊണ്ട് പുറപ്പെടുന്ന യുവാക്കൾ ലഹരിയിലും മദിരാഠിയിലുമെല്ലാം എത്തിപ്പെടുന്നത്. ഇന്ന് ലഹരി വലിയൊരു പ്രശ്നമാണ്. പക്ഷെ ലഹരിയെക്കുറിച്ച് എനിക്ക് സൗദി അറേബ്യയിൽ അങ്ങനെ സംസാരിക്കേണ്ടതില്ല. നിയമം മൂലം നിരോധിക്കപ്പെട്ട സ്ഥലം, പക്ഷേ എങ്കിലും സ്വകാര്യമായി നടക്കുന്നത്. നമ്മുടെ ലഹരിയേക്കാൾ വലിയ മദ്യവും മയക്കുമരുന്നുകളുമെല്ലാമുള്ള ലഹരി കൂമ്പാരത്തേക്കാൾ വലിയ ലഹരി ഇന്ന് ലോകത്ത് നമുക്കെല്ലാം ഇടയിലേക്ക്, നമ്മുടെ പോക്കറ്റിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ലഹരിയാണത് എന്ന് മനഃശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ആ ലഹരി എന്താണ്? ആ ലഹരി പോർണോഗ്രഫി എന്ന ലഹരിയാണ്. ഇന്ന് യുവത്വം പലപ്പോഴും ആ ലഹരിയിൽ നിന്ന് ലഹരിയിലേക്ക് ആപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആപ്പതിച്ചാൽ സംതൃപ്തമായ വ്യക്തി ജീവിതം മാത്രമല്ല, ഈ ഭൂമിയിൽ വെച്ച് ആസ്വദിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറയുന്ന ലൈംഗിക ജീവിതം മാത്രമല്ല, സുഖസംതൃപ്തിയുടെ യഥാർത്ഥ കേന്ദ്രമായ കുടുംബത്തിലെ സംതൃപ്തിയും സമാധാനവും മാത്രമല്ല, അതുവഴി സാമൂഹ്യ ജീവിതത്തിലെ അക്ഷരത്തെറ്റുകൾക്ക് വരെ കാരണമാകുമെന്നാണ് നമുക്ക് മനഃശാസ്ത്രം പറഞ്ഞു തരുന്നത്. പോർണോഗ്രഫി, അശ്ലീല ചിത്രങ്ങളുടെ ലഹരി ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അത് പലതരത്തിൽ, അർദ്ധനഗ്നകളാണെങ്കിലും പൂർണ്ണനഗ്നകളാണെങ്കിലും, രതി ദൃശ്യങ്ങളാണെങ്കിലും രതി
രതി വീഡിയോകളാണെങ്കിലും അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കായി നമ്മുടെ യുവത്വത്തെ കൊണ്ടുപോകാൻ, കുട്ടിക്കാലത്തെ മുതൽക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ. ആ പരിശ്രമങ്ങളിൽ വീണുപോകുന്നവരാണ് നമ്മുടെ യുവത്വത്തിലെ നല്ലൊരു ശതമാനവും എന്നുള്ള വസ്തുത. കള്ളു കുടിക്കുന്നവരും കഞ്ചാവ് വലിക്കുന്നവരുമൊന്നും പള്ളിയിൽ നമുക്ക് കാണാൻ കഴിയുക വളരെ അപൂർവമായിരിക്കും. പക്ഷെ ഒരു കാര്യം സത്യം, നമ്മുടെ പള്ളികളിൽ പോലുമുള്ള സദസ്സുകളിൽ വരുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ഈ വൃത്തികെട്ട ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന സത്യം നമുക്ക് പറഞ്ഞു തരുന്നത് ആ രംഗത്ത് നടക്കുന്ന കൃത്യമായ കണക്കുകളാണ്, പഠനങ്ങളാണ്. ഫോക്കസ് യുവാക്കൾക്കൊപ്പം നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിനും ശരീരത്തിനും യുവത്വമുള്ളവരെ കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ആ യുവത്വത്തിൻ്റെ കാലികമായ 40 വയസ്സോ 45 വയസ്സോ എന്നുള്ളത് കഴിഞ്ഞു പോയാലും ഈ ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ അടിസ്ഥാനപരമായി പോരാടേണ്ടത് നമ്മുടെ എല്ലാം ബാധ്യതയാണ് എന്നുള്ള വസ്തുത ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് ചെറിയ പ്രശ്നമല്ല. ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ വിട്ടുവരവാണ് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ കണക്കാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇന്ത്യ രാജ്യത്ത് 1000 കോടിയിലധികം രൂപയുടെ വിറ്റുവരവാണ് ഈ ലഹരിയുടെ വഴിയുണ്ടാകുന്നത്. ഇത് ശുദ്ധമായ ലഹരിയാണ്. നിങ്ങൾ അതിന് നമ്മളിൽ ഒരാൾ അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് പോയി, സൗജന്യത്തിൽ നിന്ന് തുടങ്ങി ക്രെഡിറ്റ് കാർഡിലേക്ക് പോയി, അങ്ങനെ അതിന് അടിമപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. ഞാനങ്ങനെയൊന്നുമല്ല എന്ന് തീരുമാനിക്കുന്ന ഈ ആളുകൾ കൂടുതൽ അതിലേക്ക് വീണ്ടും പോകുന്ന അവസ്ഥയുണ്ടാകും. ഇത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ധാർമ്മികതയെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമാധാനത്തെ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ എല്ലാം തകർത്ത് കളയുകയാണ്. അതിൻ്റെ ഫലമാണ് നമ്മളിന്ന് കേരളത്തിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ വാർത്തകളില്ലാത്ത, പീഡന വാർത്തകളില്ലാത്ത ദിവസങ്ങളില്ല എന്നത് സത്യം. എന്ത് ചെയ്യാൻ കഴിയും? 12 വയസ്സുകാരനാണ് ഇന്നലെ DNA ടെസ്റ്റ് നടത്തിയിട്ട് 16-കാരിയെ പീഡിപ്പിച്ച കേസിലെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് അതിൻ്റെ റിപ്പോർട്ട് വന്നത്. 12 വയസ്സുകാരൻ. ലോകത്ത് ഒരു ബ്രിട്ടീഷ് കുട്ടിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ പിതാവ് എന്നാണ് ഗിന്നസ് ബുക്കിലുള്ളത്. അത് 13 വയസ്സാണ്. കേരളം ഗിന്നസ് ബുക്കിലേക്ക് പോവുകയാണ്. നമുക്ക് തമാശയായി രസകരമായി കേട്ടിരിക്കേണ്ട വിഷയമല്ല ഇത്. എൻ്റെയും നിങ്ങളുടെയും മക്കളാണ് നാളെ അങ്ങനെ ആകാൻ പോകുന്നത്. യുവത്വത്തിന് ആ രംഗത്തെല്ലാം ഒരുപാട് ചെയ്യുവാനുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഓരോ രംഗത്തും നമുക്ക് ചെയ്യുവാൻ ഒരുപാട് പ്രവർത്തനമുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്. യുവാക്കൾക്കിടയിൽ യുവാക്കൾക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയണം. അവിടെ പ്രവർത്തന നൈരന്തര്യത്തിൻ്റെ തലങ്ങളിലേക്ക് കടന്നു പോകാൻ സാധിക്കണം. അവിടെ കൃത്യമായ അടിസ്ഥാനപരമായ ആദർശത്തിൻ്റെ നട്ടെല്ലോടുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയണം. സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കിടയിലേക്ക്, സമൂഹത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കിടയിലേക്ക്, സമൂഹത്തിൽ നന്മയുടെ തുരുത്തുമായി, സമൂഹത്തിൽ പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളുമായി എല്ലാം ഫോക്കസ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. തീർച്ചയായും വിശ്വാസത്തിൻ്റെ നട്ടെല്ലുമായി ഈ പ്രവർത്തനങ്ങളിലേക്കെല്ലാം ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ വിശ്വാസിക്ക് ഉണ്ടാകുന്ന പ്രകാശം സൃഷ്ടിക്കുവാൻ മറ്റാർക്കും സാധ്യമല്ല.
ഒരു വിശ്വാസി സൃഷ്ടിക്കുന്ന പ്രകാശം. മനുഷ്യൻ പ്രവർത്തിക്കുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനുമാണ്, എന്ത് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ദർശനം തന്നെ തീരുമാനിക്കപ്പെടുക എന്ന് മനഃശാസ്ത്രം, ലീഡർഷിപ്പ് സയൻസ് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പ്ലഷറിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ പ്ലഷർ ഓറിയൻറ്റഡ് ആകും. ഒരിക്കലും പ്ലഷർ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് കൂടുതൽ 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 സന്തോഷത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ സ്വാഭാവികമായി വരുന്ന ദുഃഖങ്ങളിൽ നിങ്ങളുടെ മനസ്സ് തകർന്നു പോകും. അപ്പോൾ ആ ദുഃഖം മറക്കാൻ വേണ്ടി എന്ന രൂപത്തിൽ ലഹരി നിങ്ങളിലേക്ക് കടന്നു വരും. കേവലമായ പ്ലഷർ മാത്രം ജീവിതോപാധിയായി കാണുമ്പോൾ ലൈംഗികതയിൽ പുതിയ 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 രസങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ത്വരയുണ്ടാകും. അവിടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒന്നും വിലക്കുകൾ നമ്മുടെ മുന്നിൽ തടസ്സമാവില്ല. അവിടെ ശാരീരികമായ ബന്ധമില്ലെങ്കിലും കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും ലൈംഗികത ആസ്വദിക്കുവാനുള്ള മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ ലഹരിയിലേക്ക് നമ്മൾ ആപതിക്കുകയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങനെ ഓരോന്നിനു വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനം. 8 തരത്തിലുള്ള ജീവിത ക്രമങ്ങളുണ്ട് എന്ന് ലീഡർഷിപ്പ് സയൻസ് പറയും. അത് പലതുമുണ്ട്. ഒന്നാമത്തേത്, ഏറ്റവും അടിയിലുള്ളത്, മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഗതി പ്ലഷറിന് വേണ്ടിയാണ്, സന്തോഷത്തിന് വേണ്ടിയാണ്. രണ്ടാമത്തേത് കൂളിന് വേണ്ടിയാണെന്ന് പറയും. കൂളിന് വേണ്ടി എന്ന് പറഞ്ഞാൽ പൊതുവെ അടിസ്ഥാനപരമായി അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടി, സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടി, ഒരു സമൂഹത്തിൽ, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ ഞാൻ സ്വീകരിക്കപ്പെടാൻ. മൂന്നാമതായി പോപ്പുലാരിറ്റിക്ക് വേണ്ടി എന്ന് പറയും, അറിയപ്പെടുന്നതിന് വേണ്ടി. നാലാമതായി പ്രസ്റ്റീജിന് വേണ്ടി, എന്തെങ്കിലും അഭിമാനകരമായി എന്തെങ്കിലും എനിക്ക് ഒരു അഭിമാനം തോന്നുന്നതിന് വേണ്ടി, അതിൻ്റെ ബേസിസിലായിരിക്കും എൻ്റെ ജീവിതം. അഞ്ചാമതായി പണത്തിന് വേണ്ടി, സമ്പത്തുണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അയാളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. വേറെ അങ്ങനത്തും ഉണ്ടാവില്ല, പുറത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് അയാൾക്കൊന്നും നമ്മളുടെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്ക്, നമ്മളുടെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ, പുറത്തുള്ള ആളുകളുടെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അയാൾ സന്തോഷിക്കുന്ന പോലെ ഉണ്ടാവില്ല. പക്ഷെ അയാൾ ഈ പൈസ ഇങ്ങനെ എണ്ണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനത്തെ ജീവിതക്രമം ഞാൻ പറയുന്നത് ഏതിനാണെങ്കിലും ഈ ജീവിതക്രമത്തിനെല്ലാം അതിൽ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ജീവിതം മുഴുവനും കറങ്ങുക. അതിനപ്പുറത്തുള്ളതാണ് എക്സലൻസിന് വേണ്ടിയുള്ളത്. ആറാമത്തേത് എക്സലൻസിന് എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നാകുന്നതിന് വേണ്ടി അവരോട് മത്സരിച്ചു കൊണ്ടിരിക്കും. ശരിക്കും ഈ ലോകത്ത് വിജയിക്കുന്ന ആളുകളിൽ പലരും, അറിയപ്പെടുന്ന ആളുകളിൽ പലരും എക്സലൻസ് ജീവിതോപാധിയായി സ്വീകരിച്ചവരാണ്. അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇന്നലെയിൽ അവരെക്കാളും വലുതാകാൻ, നാളെയിൽ അവർ ആകാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുള്ളതുകൊണ്ടാണ് വലിയ വലിയ അത്തരം ജീവിത വീക്ഷണങ്ങളുള്ള ആളുകളുടെ ജീവിത വീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് വലിയ വലിയ പ്രോജക്റ്റുകളെല്ലാം ഉണ്ടായി വരുന്നത്. മൈക്രോസോഫ്റ്റ് എന്തുകൊണ്ടുണ്ടാകുന്നെന്ന് ചോദിച്ചാൽ ബിൽ ഗേറ്റ്സിൻ്റെ എക്സലൻസിന് വേണ്ടിയുള്ള ത്വരയുടെ ഫലമായിട്ടാണ് എന്ന് പറയേണ്ടി വരും. അയാളുടെ ജീവിത വീക്ഷണത്തിൻ്റെ സെൻറ്റർ എക്സലൻസിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ ചിലപ്പോൾ അയാളുടെ സുഖങ്ങൾ അയാൾക്ക് പ്രശ്നം ഉണ്ടാകില്ല, പോപ്പുലാരിറ്റി പ്രശ്നം ഉണ്ടാകില്ല, പ്രസ്റ്റീജ് പ്രശ്നം ഉണ്ടാകില്ല, പണം പ്രശ്നം ഉണ്ടാകില്ല. പക്ഷേ ഇതായിരിക്കും അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനപ്പുറത്തുള്ളതാണ്, അതിന് മുകളിലുള്ളതാണ് എന്തെങ്കിലും ഇമ്പാക്റ്റിന് വേണ്ടിയുള്ള ജീവിത വീക്ഷണം എന്ന് പറയുന്നത്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്വാധീനം സമൂഹത്തിൽ ഉണ്ടാക്കണം. ഞാൻ ഈ ജീവിതം കഴിഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുമ്പോൾ എൻ്റേതായി എന്തെങ്കിലും ഈ ഭൂമിയിൽ അവശേഷിക്കണം. ഇത് അടുത്തൊരു ജീവിത വീക്ഷണമാണ്. അപ്പോൾ അത്തരം ആളുകളാണ് സമൂഹത്തിലെ മാറ്റത്തിൻ്റെ ആളുകളായി മാറാറുള്ളത്. ഭൗതികമായിട്ടാണ് ഞാൻ പറയുന്നത്. മാറ്റത്തിൻ്റെ വക്താക്കളായി തീരാറ് അവരാണ്. 25 കൊല്ലം ജയിലിൽ കിടന്ന് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം സ്വപ്നം കാണുവാൻ നെൽസൺ മണ്ടേല പോലുള്ള ഒരാൾക്ക് ആ ജയിലിൽ കിടക്കുന്ന സമയത്തും കാര്യങ്ങളിലുമെല്ലാം തന്നെ തൻ്റെ ജീവിതം കൊണ്ട് ഈ സമൂഹത്തിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടാക്കണമെന്ന ബോധം. ഇതിൻ്റെ എല്ലാം മുകളിലുള്ളതാണ് ഒരു ഐഡിയലിന് വേണ്ടിയുള്ള, ഒരു ദർശനത്തിന് വേണ്ടിയുള്ള, ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയുള്ള, ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ജീവിത വീക്ഷണം.
ഇസ്ലാം മനുഷ്യരോട്, ഇസ്ലാം മുസ്ലിങ്ങളോട് കൽപ്പിക്കുന്നത് സത്യത്തിന് വേണ്ടിയുള്ള, ഇസ്ലാമിക ദർശനത്തിന് വേണ്ടിയുള്ള ജീവിത വീക്ഷണം ഉണ്ടാക്കാനാണ്. അപ്പോൾ സ്വാഭാവികമായും എക്സലൻസ് വരും. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഫലമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകും. അതിൻ്റെ ഫലമായി ബാക്കിയെല്ലാം ഉണ്ടാകും. പക്ഷെ അതിനൊന്നും തന്നെ നിരാശ കടന്നു വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. നിരാശയില്ലാതെ എല്ലാ രംഗത്തുമുള്ള നന്മകൾക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. നമ്മളിവിടെ സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തുന്നു. ആ സാമൂഹ്യ സേവന പ്രവർത്തനം കൊണ്ട് നമ്മൾ ആർക്കു വേണ്ടിയാണോ സാമൂഹ്യ സേവനം ചെയ്യുന്നത്, അവരിൽ നിന്ന് മോശമായ പ്രതികരണം ഉണ്ടാകുമ്പോൾ, പോപ്പുലാരിറ്റിക്ക് വേണ്ടി സാമൂഹ്യ സേവനം നടത്തുന്ന ആളുകൾക്ക് മനസ്സിൽ സങ്കടമുണ്ടാകും, നിരാശയുണ്ടാകും. കാരണം എന്തിനാണ് അവർ ചെയ്തതോ അതിന് നേരെ വിപരീതമാണ് ഈ ചെയ്ത ആളുകളിൽ തന്നെ ചീത്തയാണ് കേൾക്കുന്നത്. എന്നാൽ സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ സാമൂഹ്യ സേവന പ്രവർത്തനം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് വെറുപ്പുണ്ടാകുമ്പോൾ പോലും അവർ ചെയ്യുന്നത് അവരുടെ നല്ല വാക്കുദ്ദേശിച്ചുകൊണ്ടല്ല എന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും നിരാശയുണ്ടാവില്ല. അഭിമാനവും ഔന്നത്യവും ഇസ്ലാം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഔന്നത്യത്തിന് വേണ്ടി മാത്രമായി, എക്സലൻസിന് വേണ്ടി മാത്രമായി ഉള്ളൊരു ജീവിത വീക്ഷണം ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും എക്സലാകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ നാം നിരാശരാകും. എന്നാൽ സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാൾ ജീവിതത്തിൽ എല്ലായിടത്തും എക്സലാകണമെന്ന കാര്യത്തിൽ സംശയമില്ല. യുവാക്കളോട്, മുസ്ലിങ്ങളോട് ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്നെ അതാണ്. അൻതുമുല്ല അലൗന ഇൻ കുന്തും മുഅ്മിനീന. നിങ്ങളാണ് ഉന്നതന്മാർ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. നിങ്ങൾ ഉന്നതന്മാരാണ്, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. അങ്ങനെയല്ല പറയുന്നത്. വഅൻതുമുൽ അലൗന, നിങ്ങളാണ് ഉന്നതന്മാർ എന്നാണ്. നിങ്ങളും ഉന്നതന്മാരാണ് എന്നല്ല, മറിച്ച് നിങ്ങളാണ് ഉന്നതന്മാർ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ എന്നാണ്. അതാണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു അടിസ്ഥാനപരമായി ഞാൻ നേരത്തെ പറഞ്ഞ സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന അടിസ്ഥാന ദർശനത്തിന് ചുറ്റും ചുറ്റുന്നവരാണ്. അങ്ങനെയാകുമ്പോൾ ആ ഔന്നത്യം നമുക്ക് കാണാൻ സാധിക്കും ഏത് രംഗത്തും. അവിടെ യുവാക്കൾ മുന്നിൽ നിൽക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് പലപ്പോഴും ആവേശം തോന്നിയിട്ടുള്ളൊരു ചരിത്രമാണ് ജാഫർ ഇബ്നു അബി താലിബിൻ്റെ ചരിത്രം. ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് 34-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിന് യുവത്വം മാത്രമേ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. ജാഫർ ഇബ്നു അബി താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ്റെ പുത്രനാണ്, കസിൻ ബ്രദറാണ്. ജാഫർ ഇബ്നു അബി താലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ട് മക്കയിലെ പീഡനങ്ങൾ നടക്കുന്ന സമയത്ത് ജാഫറിൻ്റെ നേതൃത്വത്തിലാണ് അബിസീനിയയിലേക്ക് ആദ്യത്തെ അബിസീനിയ യാത്രയല്ല, രണ്ടാമത്തെ അബിസീനിയ യാത്രയിൽ ജാഫറിൻ്റെ നേതൃത്വത്തിലാണ് റസൂലുള്ളാഹി പറഞ്ഞേക്കുന്നത്. ജാഫർ ആരാന്ന്? കേവലം 20-21 വയസ്സ് പ്രായമുള്ള പയ്യൻ. പക്ഷേ വിശ്വാസ ദൃഢതയിൽ, സത്യത്തിന് വേണ്ടിയുള്ള ആ ആദർശ ദൃഢതയിൽ മുന്നിൽ നിന്നതുകൊണ്ട് തന്നെ ജാഫർ ഇബ്നു അബി താലിബ് അബിസീനിയയിൽ പോയി എഴുന്നേറ്റ് നിൽക്കുന്നത് ആരുടെ മുന്നിലാ? നജ്ജാശി രാജാവിൻ്റെ മുന്നിലാണ്. ജാഫറും കൂട്ടരും അവിടേക്ക് എത്തിയപ്പോഴേക്ക് പിന്നിൽ അബൂ സുഫിയാനും കൂട്ടരെത്തി. എന്തിനാ? ഇവരെ തിരിച്ചു കൊണ്ടുപോകാൻ. നാട്ടിൽ നിന്ന് കുഴപ്പമുണ്ടാക്കി പോകുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാനാണ്, അല്ലാതെ സ്വീകരിക്കാനല്ല. അവർ പറഞ്ഞു നജ്ജാശി രാജാവിനോട് ഇവരെ കുറിച്ചെല്ലാമുള്ള തകരാറുകൾ. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശിയുടെ മുന്നിൽ നടത്തിയൊരു പ്രഭാഷണമുണ്ട്, നമ്മൾ വായിക്കണം അത്. രാജാവേ, ഞങ്ങൾ ആരായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെയും അടിത്തറ നമുക്കതിൽ കാണാൻ കഴിയും. ഞങ്ങൾ എല്ലാ തിന്മകളുടെയും വക്താക്കളായിരുന്നു. അദ്ദേഹം ഓരോന്നായി എടുത്ത് പറയുന്നു. വിഗ്രഹാരാധകരായിരുന്നു ഞങ്ങൾക്ക് ധർമ്മം എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ നഗ്നരായി പ്രദക്ഷിണം വെക്കുന്നവരായിരുന്നു. ഞങ്ങൾ ശവത്തെ തിന്നുന്നവരായിരുന്നു. ഞങ്ങൾ മദ്യപിക്കുന്നവരായിരുന്നു. സകല തിന്മകളുടെയും കേദാരമായിരുന്നു ഞങ്ങൾ
അങ്ങനെ സത്യസന്ദേശവുമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അതുമൂലം ഞങ്ങൾ ഏകനായ സട്ടാവിനെ മാത്രം ആരാധിക്കാൻ ആരംഭിച്ചു. അതോടനുബന്ധിച്ച് ഞങ്ങളിൽ നിന്ന് ഈ തിന്മകളെല്ലാം കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. നജാശിയുടെ മുന്നിൽ നജാശിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയാതെ മരണപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ് നജാശി. അതിനേക്കാളും വലിയൊരു പ്രത്യേകതയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഒരേ ഒരാൾക്ക് മാത്രമേ തൻ്റെ മുന്നിൽ മയ്യത്ത് വെക്കാതെ റസൂൽ നമസ്കരിച്ചിട്ടുള്ളൂ. അത് നജാഷിക്കാണ് റളിയല്ലാഹു അൻഹു. ഈ നജാഷിയുടെ മനസ്സിന് ഇടിമുടക്കമുണ്ടാക്കിയത് ജാഫറിൻ്റെ വാക്കുകളായിരുന്നു എന്ന് പിൽക്കാല ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അന്നത്തെ ജാഫറിൻ്റെ പ്രസംഗം അന്ന് തന്നെ മുമ്പ് ഒരു മനസ്സുകൊണ്ട് മുസ്ലിമായിട്ടുണ്ട്. രാജാവിൻ്റെ മുന്നിലാണിത്. ആ ജാഫറിൻ്റെ ഈമാനിൻ്റെ വലിപ്പം നമുക്ക് പിന്നെ കാണാൻ കഴിയും. ജാഫർ ഇബ്നു അബീ താലിബ് മരണപ്പെട്ടത് മുഅത്ത യുദ്ധത്തിലാണ്. മുഅത്ത യുദ്ധത്തിൽ ജാഫർ ഇബ്നു അബീ താലിബ് 34-ാമത്തെ വയസ്സിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅത്ത യുദ്ധം എന്ന് പറഞ്ഞാൽ റോമക്കാരുമായിട്ടുള്ള യുദ്ധ. ആ റോമക്കാരുമായുള്ള യുദ്ധത്തിന് പോകാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞയക്കുമ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഈ യുദ്ധത്തിൽ പതാക വഹിക്കേണ്ടത് സയ്യിദ് ബിൻ ഹാരിസാണ്. സയ്യിദ് ബിൻ ഹാരിസ് അഥവാ മരണപ്പെട്ടാൽ പിന്നെ പതാക വഹിക്കേണ്ടത് ജാഫർ ബിൻ അബീ താലിബാണ്. ജാഫർ ബിൻ അബീ താലിബ് അഥവാ മരണപ്പെട്ടാൽ പിന്നെ പതാക വഹിക്കേണ്ടത് അബ്ദുല്ലാഹി ബിൻ ജഹ്ഷാണ്. ഉറപ്പാണ്. റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ടാണ് പറയണത്. എന്ത് സംഭവിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അദ്ദേഹവും മരണപ്പെട്ടാൽ പിന്നെ നിങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കുക എന്ന് അവസാനം പറയുന്നു. റസൂലുള്ളാഹി ഒരു യുദ്ധത്തിന് പോകുമ്പോഴും ഇങ്ങനെ പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിലില്ല. പക്ഷെ ജാഫറിന് ഒരു കുലുക്കമില്ല. സംഭവിച്ചത് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അവിടുന്ന് മരണപ്പെട്ടു. ആരുമായിട്ടാ യുദ്ധം? ലക്ഷങ്ങൾ വരുന്ന റോമാ സൈന്യവുമായി. അന്നത്തെ അമേരിക്കയുമായിട്ടാണ് യുദ്ധം. അന്നേരത്തെ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യുന്നത് ആരാ? ഇന്നത്തെ സുഡാനാണ്. അന്നത്തെ രാഷ്ട്രീയമായി നോക്കുമ്പോൾ കേവലം ഒരു സുഡാൻ, ഒരർത്ഥത്തിലും സാമ്പത്തികമായി എന്തെങ്കിലും ഇല്ലാത്ത പട്ടിണിയും പരിവട്ടവുമുള്ള മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തിലെ പൗരന്മാർ. രണ്ടാമത് ജാഫർ ഇബ്നു അബീ താലിബ് ഇസ്ലാമിൻ്റെ പതാകയുമായി മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ഒരു കൈ ഛേദിക്കപ്പെട്ടു. പതാക അദ്ദേഹം നിലത്തിട്ടില്ല. റസൂലുള്ളാഹി തന്ന പതാക ഇല്ല, മറ്റേ കൈയിൽ ചേർത്ത് പിടിച്ചു. ആ പതാകയുമായി അദ്ദേഹം യുദ്ധം ചെയ്തു. എന്നിട്ടോ ആ കൈയും വെട്ടിയെ മാറ്റി. അദ്ദേഹം പിന്നീട് ശരീരത്തോട് പതാക ചേർത്ത് വെച്ചുകൊണ്ട് ഉള്ള അവയവം വെച്ചുകൊണ്ട് യുദ്ധം ചെയ്തു. പക്ഷേ ശത്രുക്കൾ അദ്ദേഹത്തെ വെട്ടി നുറുക്കി. അദ്ദേഹം മരണപ്പെട്ട് ശരീരം രണ്ടായി കൃത്യമായി പിളർന്ന് രണ്ടായി മാറി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ. അദ്ദേഹത്തിന് മയ്യത്ത് കിട്ടിയപ്പോൾ 70-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന്. 70-ലധികം മുറിവുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വാർത്തയെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തെ വിളിച്ചു. പറക്കമുറ്റാത്ത പൈതങ്ങൾ, 34-കാരൻ്റെ യുവതിയായ ഭാര്യ, അവരെ വിളിച്ചുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ജിബ്രീൽ എന്നെ അറിയിച്ചിരിക്കുന്നു, 2 കൈകളുടെ സ്ഥാനത്ത് വലിയ 2 ചിറകുകളുമായി സ്വർഗത്തിലൂടെ ജാഫർ ബിൻ അബീ താലിബ് അതാ പാറി നടക്കുന്നത് ജിബ്രീൽ എന്നെ അറിയിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെയുള്ള ജാഫറുകൾ അവിടെ ഇസ്ലാമിക സമൂഹത്തിൽ നേതൃത്വം വഹിക്കാൻ ആദർശനിഷ്ഠയുള്ള യുവത്വത്തിനെന്നും സാധിച്ചിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ, വിപ്ലവങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ ആദർശനിഷ്ഠയുള്ള യുവത്വത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ കാലത്ത് മാത്രമല്ല, നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ എടുത്തു നോക്കുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ മുസ്ലിം അധിനിവേശം എന്ന് പറയുന്ന ഏർപ്പാട്, സത്യത്തിൽ അധിനിവേശം എന്നല്ല അതിന് പറയേണ്ടത്, അക്കാലഘട്ടത്തിൽ മുഹമ്മദ് ഇബ്നു ഖാസിമിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക ദഅവത്തിന് വേണ്ടിയുള്ള പടയോട്ടം എന്നാണ് ആ വസ്തുത.
മറ്റ് ചരിത്രപരമായി വിശദീകരിക്കേണ്ടതാണ്. ആ മുഹമ്മദ് ബിൻ ഖാസിമിന് എത്രയാ പ്രായം? 21 വയസ്സ്. അന്നാണ് സിന്ധിലേക്ക് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ അമവിയ ഭരണത്തിൻ്റെ ഭാഗമെന്നുള്ള നിലക്ക് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി കടന്നു വരികയും അവർക്ക് സന്ദേശം എത്തിക്കുകയും ആ സന്ദേശം തിരസ്കരിച്ച് പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവരെ തുരത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ യുദ്ധമെല്ലാം ഉണ്ടാകുന്നത് അങ്ങനെ. പിന്നെ ഇസ്ലാം നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലോ നിങ്ങൾ എവിടെയും നോക്കുക, യുവാക്കൾ മുന്നിലുണ്ടായിരുന്നു. അല്ല, ചരിത്രം സൃഷ്ടിച്ചത് യുവാക്കളായിരുന്നു. അതിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, ആദർശബോധമുണ്ടായിരുന്നു, അവർക്ക് സമുദായത്തോടുള്ള വലിയ കടപ്പാടുണ്ടായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, തകർന്ന് തരിപ്പണമായി മുസ്ലിം സമുദായം അല്ലേ? 1000 കൊല്ലം ഇന്ത്യ രാജ്യം ഭരിച്ച സമുദായം. ആ സമുദായത്തെ വേട്ടയാടുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരൻ്റെ പടയാളികൾ ഡൽഹിയിലെ തെരുവിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നു. കാരണം അവരാണ്, മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളെ അടക്കം കേടുവരുത്തിയത് എന്നായിരുന്നു അവരുടെ നിഗമനം. ശരിയുമായിരുന്നു. കാരണം പാരതന്ത്ര്യത്തെ മുസ്ലിങ്ങൾ സഹിച്ചില്ല. അവിടെ നിന്ന് ആ അടിച്ചമർത്തലിൻ്റെ ആ വലിയ വലിയ പീഡനത്തിൻ്റെ നാളുകളിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ്. ഒരൊറ്റ മനുഷ്യൻ, ഒരു യുവാവ്, ഒരു പഠാൺ യുവാവ് ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ഇത്ര ചെറിയ ബ്രിട്ടീഷുകാർക്ക് ഇത്ര വലിയ ഇന്ത്യക്കാരെ ഭരിക്കാൻ സാധിക്കുന്നു? ചിന്തയാണ് ഉണ്ടായത്, വികാരമല്ല, വിവേകം. അദ്ദേഹം അത് അന്വേഷിക്കാൻ പോവുക. പിന്നെ കപ്പൽ കയറുക ബ്രിട്ടനിലേക്ക്. എന്താ ബ്രിട്ടീഷുകാരൻ്റെ സവിശേഷത നോക്കാൻ. അത് ഇൻ്റർനെറ്റും കാര്യങ്ങളൊന്നുമില്ലല്ലോ കാര്യം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന് മനസ്സിലായി, നമുക്ക് വിദ്യാഭ്യാസമല്ല, ആധുനിക വിദ്യാഭ്യാസമല്ല, നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കുക ആധുനിക വിദ്യാഭ്യാസത്തോട്. ആ ആധുനിക വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ വിവരമുള്ളവർ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അടക്കി പാടും. അത് സംഭവിക്കും. അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് ദില്ലിയിൽ അദ്ദേഹം ആംഗ്ലോ മുഹമ്മദൻ സ്കൂൾ തുടങ്ങുന്നത്. അങ്ങനെയാണ് വിദ്യാഭ്യാസപരമായ നവോത്ഥാനത്തിന് ഉത്തരേന്ത്യയിൽ തുടക്കമാകുന്നത്. അത് ആ മഹാ യുവാവിൻ്റെ പേരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയിലെ എല്ലാ മുസ്ലിം നവോത്ഥാനത്തിൻ്റെയും അടിത്തറ നമ്മൾ പരിശോധിച്ചാൽ, രാഷ്ട്രീയമായ നവോത്ഥാനത്തിൻ്റെ, മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നമ്മൾ കാണും. കൊടുങ്ങല്ലൂരിലെ നടന്നു പോകുന്ന 2 കുട്ടികളുണ്ട്. അവരെ പിന്നിൽ സമുദായം മുഴുവനുണ്ട്. എന്താ കുട്ടികളെ വിളിക്കുന്നതെന്നറിയോ? കാഫർ കുട്ടികളെന്നാ. കാരണം സ്വന്തം വാപ്പുണ്ടാക്കിയ സ്കൂളിലേക്കാണ് അവർ പോണത്. എന്തിനാ സ്കൂളിൽ പോണത്? ഇംഗ്ലീഷ് പഠിക്കാനും മലയാളം പഠിക്കാനുമാ. മലയാളം പഠിക്കൽ കാഫറിൻ്റെ പണിയല്ലേ, ഇംഗ്ലീഷ് പഠിക്കൽ അതിനേക്കാളും വലിയ കുഫറല്ലേ. ആ 2 നടന്നു പോയ സീതി മുഹമ്മദിൻ്റെ മകൻ KM സീതി, മുഹമ്മദ് സീതി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം പിന്നീട് നമ്മൾ കാണുക 924 തിരൂരങ്ങാടിയിലും മലപ്പുറം ജില്ലയിലെ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആ വെള്ളപ്പൊക്കത്തിൽ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾക്ക് സ്വന്തം വാപ്പയുടെ കൈപിടിച്ച്, അല്ല സ്വന്തം വാപ്പക്ക് താങ്ങായി നിന്ന് ആ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് സ്വന്തം സ്വത്ത് വിറ്റ് കിട്ടിയ സമ്പത്ത് കൊണ്ട് ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യുന്ന ഒരു സാമൂഹ്യ സേവകനെയാണ്. അവിടെ നിന്ന് ആ നവോത്ഥാന പ്രവർത്തനം മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസപരമായ വിപ്ലവങ്ങൾക്ക് കാരണമായി, രാഷ്ട്രീയ വിപ്ലവത്തിന് കാരണമായി. കേരളത്തിൻ്റെ അസംബ്ലിയുടെ സ്പീക്കറായിരിക്കെയാണ് ആ KM സീതി എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടത്. KM സീതി സാഹിബ് യുവാവായിരിക്കുമ്പോഴാണ് അദ്ദേഹം വിപ്ലവ പടഹധ്വനി. യുവാവായിരിക്കുമ്പോഴാണ് കൊച്ചിയിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ AM സീതിക്കെതിരെ മത്സരിക്കാൻ ഒരു മനുഷ്യനില്ലാതെയായത്. എന്താ കാരണം? വ്യക്തിത്വത്തിൻ്റെ പ്രോജ്വലതയായിരുന്നു. യുവാവായിരിക്കുകയാണ് അദ്ദേഹം. ജീവിച്ചിരിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞത്, എൻ്റെ സംസാരം KM സീതി പരിഭാഷപ്പെടുത്തിയാൽ മതി. വിദ്യാഭ്യാസത്തിൻ്റെ ഔചല്യമാണ്. ഇങ്ങനെ ചരിത്രത്തിൽ യുവാക്കൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പുതിയ കാലത്തും അത് സാധിക്കും. പുതിയ കാലം നമ്മിൽ നിന്ന്, യുവാക്കളിൽ നിന്ന് വലിയ വലിയ സാമൂഹികമായ പ്രസ്ഥാനങ്ങളെ, സാമൂഹികമായ മുന്നേറ്റങ്ങളെ ആവശ്യപ്പെടുന്ന കാലമാണ്.
ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ഒരു പുതിയ ദശാസന്ധിയിലാണ് നമ്മൾ, സംശയമൊന്നുമില്ല. 1857 1947 പുതിയൊരു ദശാസന്ധിയിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ചരിത്രത്തിലെ വലിയൊരു ദശാസന്ധി. ആ ദശാസന്ധിയിൽ കണ്ണ് നട്ട് പ്രയാസപ്പെട്ട് അമ്പരന്ന് നിൽക്കുന്നതിന് പകരം സമൂഹത്തോട് സംവദിക്കാൻ, ബൗദ്ധികമായി ബുദ്ധിപരമായി ഈ സമുദായത്തെ നേതൃത്വം വഹിക്കാൻ, ബുദ്ധിപരമായി ഈ സമുദായത്തിന് നട്ടെല്ല് നൽകാൻ, ഈ സമുദായത്തിന് നന്മയുടെ എല്ലാ പ്രകാശങ്ങളും വിരിക്കാൻ, ഒപ്പം തന്നെ സമുദായത്തിന് വേണ്ടി, ഈ ആദർശത്തിന് വേണ്ടി നിലനിൽക്കാൻ, തിന്മകൾക്ക് മുഴുവനുമെതിരെയുള്ള പടവാളായി, പടഹധ്വനിയായി ശക്തമായി മുന്നേറുവാൻ അതിന് യുവത ആവശ്യമുണ്ട്. ആ യുവതയോടൊപ്പം നിൽക്കാൻ ഇത്തരം കൂട്ടായ്മകൾ തീർച്ചയായും നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ ഈ പ്രവർത്തനങ്ങളെ, യുവതയുടെ മുന്നേറ്റങ്ങളെ, ആ മുന്നേറ്റങ്ങൾക്ക് പ്രതീക്ഷയുമായി നോക്കി നിൽക്കുന്ന നമ്മൾക്കെല്ലാം ഉള്ള കൺകുളിർമ നൽകുന്ന പ്രവർത്തനങ്ങളുമായി നാടിനെ, ആദർശത്തെ, പ്രസ്ഥാനത്തെ, സമുദായത്തെ സേവിക്കാൻ കഴിയുന്ന രൂപത്തിൽ വളർന്നു വരാൻ ഈ യുവതക്ക് കരളുറപ്പും കാലുറപ്പും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വളരെ ബൃഹത്തായ രീതിയിൽ നാമുമായി സംവദിച്ച അക്ബർ സാഹിബിന് ഫോക്കസിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അടുത്തതായിട്ട് ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. ഈ സെഷൻ നിയന്ത്രിക്കുന്നത് ഫോക്കസിൻ്റെ ഇസ്ലാമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ കൂടിയായ ഖുദ്റത്തുള്ള നദ്വി സാഹിബാണ്. അദ്ദേഹത്തെ ഈ സെഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമയത്തിൻ്റെ അഭാവം മൂലം നമ്മൾ പ്രോഗ്രാമിലേക്ക് ഡയറക്റ്റ് കടക്കുകയാണ്. ക്യാപ്ഷൻ അറിയുമായിരിക്കും. യുവാക്കളുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യങ്ങളും, വിഷയവുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ്, എഴുതിയും ചോദിക്കാവുന്നതാണ്. എന്നാലും സദസ്സിൽ നിന്നും എഴുന്നേറ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കായിരിക്കും മുൻഗണന നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. ആർക്കെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാൽ നിങ്ങളുടെ അടുക്കലേക്ക് പ്രവർത്തകർ മൈക്കുമായിട്ട് കടന്നു വരും. ഇനി മടിയുള്ള ആളുകളാണെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി ആ വരുന്ന പ്രവർത്തകരുടെ കൈകളിൽ കൊടുത്താൽ അത് ഇവിടെ നിന്ന് വായിച്ച് അതിനുള്ള മറുപടി കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ചോദ്യം ആരംഭിക്കാവുന്നതാണ്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാൽ ആ മൈക്ക് പ്രവർത്തകരുടെ കൈകളിലെത്തും. അസ്സലാമു അലൈക്കും. ചോദ്യം: മതവും സമൂഹവും സമുദായവും അതിൻ്റെ പ്രവർത്തന ചട്ടക്കൂടിൽ പരിമിതപ്പെടുമ്പോൾ, എൻ്റെ പേര് അബ്ദുസലാമാണ്. അപ്പോൾ ചോദ്യം ചോദിക്കുന്നത്, മതവും സമുദായവും സമൂഹവും തങ്ങളുടെ പ്രവർത്തന ചട്ടക്കൂടിലേക്ക് ഒതുങ്ങുമ്പോൾ നാം ജീവിക്കുന്നത് ബഹുസ്വരതയിലാണ്. അപ്പോൾ ബഹുസ്വരതയിൽ ജീവിക്കുന്ന നാം യുവാക്കളെ ബഹുസ്വരതയിൽ ജീവിക്കുന്ന യുവാക്കളുടെ ഉത്തരവാദിത്വം അവരെ എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നാണ് ചോദ്യം. ബഹുസ്വരതയിൽ ജീവിക്കുന്ന യുവാക്കളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ഞാനവിടെ എൻ്റെ സംസാരത്തിൽ സൂചിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. യുവാക്കളുടെ ഉത്തരവാദിത്വം എല്ലാ നന്മകളുടെയും മുന്നിൽ നിൽക്കുക എന്നതാണ്. സമൂഹത്തിൻ്റെ ഇപ്പോൾ ബഹുസ്വരതയെ ചോദ്യം ചെയ്യുന്ന, ബഹുസ്വരതയിൽ ജീവിക്കുന്ന എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ നമ്മളീ പറയുന്ന നമ്മുടെ നാടിൻ്റെ സംസ്കാരം എന്ന് പറയുന്ന നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൻ്റെ തന്നെ സവിശേഷതയായ ബഹുസ്വരതയെ തകർക്കുവാനും അതിനെ നിലനിൽപ്പില്ലാതെയാക്കുവാനും
വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതേപോലെ അതിനു വേണ്ടി ശ്രമം നടന്ന മറ്റൊരു കാലവും ഉണ്ടായിട്ടില്ല. അവിടെ യുവാക്കളാണെങ്കിലോ തീർച്ചയായും അസംതൃപ്തി ഉണ്ടാകുമ്പോൾ യുവതയിൽ ഒരു തരം വിപ്ലവാവേശമുണ്ടാകും. അതെല്ലായിടത്തും ഉള്ളത് അതാണ്. ഏത് രാഗത്തെയും സ്വാതന്ത്ര്യത്തിനാണെങ്കിലും വിപ്ലവങ്ങൾക്കാണെങ്കിലും കലാപങ്ങൾക്കാണെങ്കിലും എല്ലാം കാരണമായത് ആ ഒരു അസംതൃപ്തിയിൽ നിന്ന് വരുന്ന ആവേശമാണ്. യഥാർത്ഥത്തിൽ നേതൃത്വത്തിൻ്റെ പണി എന്ന് പറയുന്നത് ആ ആവേശത്തെ നന്മയിലൂടെ ശാന്തിയിലൂടെ ചാനലൈസ് ചെയ്യുക എന്നതാണ്. ആണ് എന്നുണ്ടായത്. 1947 സ്വാതന്ത്ര്യ സമരം വിജയിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം യുവാക്കളുടെ അടക്കമുള്ള ആളുകളുടെ ബ്രിട്ടീഷ് പാരതന്ത്ര്യത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ നിന്ന് ഉയർന്ന ആ ആവേശമുണ്ടല്ലോ, അതിനെ കൃത്യമായി ചാനലൈസ് ചെയ്യാൻ ദേശീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെ ഏത് സ്ഥലത്തുമുള്ള മാറ്റം, പരിവർത്തനത്തെ നമ്മൾ കാണുക ഈ രൂപത്തിലാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു ആവേശം പോലും കേവലം ക്ലിക്കുകളിൽ ഒതുങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. വളരെ വളരെ അപകടകരമായൊരു സാധനമാണ്. നമുക്കൊരു തിന്മയ്ക്കെതിരെയുള്ള സ്വാഭാവികമായി ഉയർന്നു വരുന്ന വലിയൊരു രോഷാഗ്നിയുണ്ട്. അതാദ്യം സിനിമ കെടുത്തും. കാരണം സിനിമയിൽ കാണുന്നയാൾ വില്ലൻ ഈ നമ്മളുടെ മനസ്സിൽ രോഷാഗ്നിയുള്ള ഏതൊരു തിന്മയാണോ ഉള്ളത് അത് വില്ലൻ ചെയ്യും. ഹീറോ സൂപ്പർ ഹീറോ ആയി ചെന്നിട്ട് അടിച്ചിടിച്ച് അതെല്ലാം ശരിയാക്കും. അയാൾ വെടിവെക്കുന്നതോടുകൂടി നമ്മളുടെ മനസ്സിലുള്ള ഈ രോഷാഗ്നി സ്വാഭാവികമായി തണുക്കും. സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഈ രോഷാഗ്നി മുഴുവനും നമ്മളുടെ 2 എഴുത്തിൽ കഴിഞ്ഞു. അതോടുകൂടി കഴിഞ്ഞ് നമ്മൾ സമാധാനത്തിലാണ്. എന്താണ്, ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ഇടുന്നതോടുകൂടി എൻ്റെ പണി കഴിഞ്ഞു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോർണോഗ്രഫിയുടെ ലഹരിക്ക് ശേഷമുള്ള ലഹരിയായി സോഷ്യൽ മീഡിയ മാറുമ്പോൾ സംഭവിക്കുന്നത് സാമൂഹികമായ മുന്നേറ്റങ്ങളുടെ ഇല്ലായ്മയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലോകത്ത് ഇന്ന് വരെയുള്ള ഒരു ഭരണവും ചെയ്യാത്ത, ഇന്ന് വരെയുള്ള ഒരു തരത്തിലുള്ള ഒരു ഏകഛത്രാധിപതിയും ചെയ്യാത്ത രൂപത്തിൽ അധ്വാനിച്ച പൈസക്ക് ക്യൂ നിൽക്കണം എന്ന നിയമം ഇന്ത്യയിലുണ്ടായി. അല്ലേ? വേറെ ആരും പൈസക്കല്ല, എൻ്റെ കാശിന് ഞാൻ ക്യൂ നിൽക്കണം എന്നാ നിയമോ. എൻ്റെ കാശ് ഞാൻ അധ്വാനിച്ച് ഞാൻ നിക്ഷേപിച്ച് എൻ്റെ കാശ് ക്യൂ നിന്നാലും തരൂല എന്നാ നിയമോ. എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ഉണ്ടാകാത്തത് എന്തുകൊണ്ടാ? ഉണ്ടായി. എന്തിലുണ്ടായി? സോഷ്യൽ മീഡിയയിലുണ്ടായി. നമ്മളെല്ലാവരും എഴുതി, നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ചു, വെടിവെച്ചു, നമ്മൾ പലതും ചെയ്തു, കാർട്ടൂൺസ് വരച്ചു. അതോടെ നമ്മളെ സമാധാനമായി. പുറത്തിറങ്ങിയാണുള്ളൊരു പരിപാടിക്ക് അതല്ല വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ലേ. ഇത് നല്ല സുഖമാണ്, നെറ്റിലിരുന്നാൽ മതി. ഈ ഒരു അടിമത്വത്തിൽ നിന്ന് യുവാക്കളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് സാമൂഹ്യ ബോധത്തിൻ്റെ അടിത്തറ. ബഹുസ്വരതയെക്കുറിച്ച് പറയുമ്പോൾ ഇനി ഇന്ത്യ രാജ്യം മുഴുവനും ബഹുസ്വരത മുഴുവനും തകർക്കപ്പെട്ട് ഫാഷിസം അതിൻ്റെ എല്ലാവിധ ദ്രഷ്ടങ്ങളും കൂടി വന്നു കഴിഞ്ഞ ഒരു സമയത്ത് ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ്. അവിടെയാണ് യുവത്വം ഈ വികാരത്തിൽ നിന്നിറങ്ങി വിചാരത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത്. ആ വിചാരപരമായ നേതൃത്വമാണ് യുവത്വത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കടമ. ബഹുസ്വരതയെ തകർക്കാനല്ല, ബഹുസ്വരതയെ നിലനിർത്താൻ. പക്ഷേ ബഹുസ്വരതയുടെ പേരിൽ നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ അസ്തിത്വത്തെ തകർക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിക്കൂടാ. നമ്മളങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുക, ബഹുസ്വരത അതുകൊണ്ട് പെണ്ണിനോട് നീ ഹിജാബ് ഇട്ടൂടാ, ബഹുസ്വരത ആണിനോട് നീ താടി വെച്ചൂടാ, ബഹുസ്വരത നീ നിസ്കരിച്ചൂടാ, ബഹുസ്വരത നീ പള്ളി ഉണ്ടാക്കിക്കൂടാ, നീ ബഹുസ്വരത നീ പള്ളിയിലെ റൂമിൽ കിടന്നുറങ്ങിക്കൂടാ. അവിടേക്കാണ് പോണത്. കിടന്നുറങ്ങിയ കഴുത്ത് വെട്ടുന്നുള്ളിടത്ത് നമ്മൾ എന്ത് കോംപ്രമൈസ് ചെയ്തിട്ടാ ഈ രാജ്യത്ത് ബഹുസ്വരത നിലനിർത്തണത്? കിടന്നുറങ്ങുന്ന മനുഷ്യനെ പോയിട്ട് കഴുത്തിറക്കണ ലോകം. ഇപ്പോൾ പറയുന്നത് കുറച്ച് ദിവസമായി ഞങ്ങൾ ഒരു എരനെ തിരഞ്ഞെടുക്കായിരുന്നു എന്നാ പ്രതികൾ പറഞ്ഞു എന്ന് പറയുന്നത്. അതിനർത്ഥം എന്താ? ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്
ബഹുസ്വരത നിലനിർത്താൻ, നാടിൻ്റെ സംസ്കാരം സംരക്ഷിക്കാൻ യുവത്വത്തിന് വലിയ ബാധ്യതയുണ്ട്. അതിന് ഈ ഉറങ്ങിക്കിടക്കുന്ന യുവാക്കളെ ഉണർത്തുക എന്ന ബാധ്യതയാണ്. കലാപത്തിനല്ല, മറിച്ച് സംഭാവനക്ക്, കുഴപ്പമുണ്ടാക്കാനല്ല, നാടിനെ സംരക്ഷിക്കുവാൻ, വികാരപ്രകടനത്തിനല്ല, വിചാരപരമായി സമൂഹത്തെ ഉണർത്താൻ. അതാണ് ഇക്കാലഘട്ടത്തിലെ വലിയ ബാധ്യത എന്നാണ് എൻ്റെ അറിവ് എന്നോട് പറയുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അൻവർ, മാള സ്വദേശി. ഇവിടെ ഇമാം അക്ബർ സാഹിബ് ഫാഷിസത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഇത് പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് മുജാഹിദ് പ്രസ്ഥാനം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തിൽ തന്നെയുള്ള ഭിന്നതകൾക്ക് ആക്കം കൂട്ടുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഈ പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനവും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളും എല്ലാം ഒരുമിക്കുകയും ഒപ്പം തന്നെ മറ്റ് മതേതര സമൂഹത്തിൻ്റെ കൂടെ പിന്തുണ നേടിയെടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിനെ ഫാഷിസത്തെ പ്രതിരോധിക്കുവാൻ ഉണ്ടാകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരമൊരു നീക്കം മുജാഹിദ് പ്രസ്ഥാനം മുന്നിൽ നിന്നുകൊണ്ട് നടത്തുമോ അതോ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. അസ്സലാമു അലൈക്കും. ചോദ്യം എന്നോടല്ല, പ്രസ്ഥാനത്തിനോടാണ്. തീർച്ചയായും എനിക്ക് അറിയുന്ന കാര്യം ഞാൻ പറയാം. പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്പോക്സ്മാൻ അല്ല ഞാൻ. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ ശൃംഖലയിൽ എവിടെയും നിൽക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം എന്നുള്ളത് എൻ്റെ വൈയക്തികമായ ഉത്തരം മാത്രമാണ്. എന്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് പറയാതെ ഞാൻ പറഞ്ഞാൽ അതൊരു അവിവേകമാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഫാഷിസത്തെ പഠിക്കുന്നിടത്ത് ഇതേ രൂപത്തിൽ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്കെല്ലാം അടിസ്ഥാനപരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫാഷിസം രണ്ട് തരമാണ്. ഒന്ന് രാഷ്ട്രീയ ഫാഷിസമാണ്. രാഷ്ട്രീയ ഫാഷിസം ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ ബുദ്ധിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, സാധാരണക്കാരൻ്റെ വികാരത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, ആ വികാരത്തിൽ വോട്ടുകൾ ഒരുമിപ്പിച്ച് അധികാരത്തിലേറാൻ ശ്രമിക്കുന്നു. അവിടെ അതിനെതിരെയുള്ളവർ ഒരുമിച്ച് നിൽക്കണം. തീർച്ചയായും ഫാഷിസത്തിനെതിരിലുള്ളവർ ഒരുമിച്ച് നിൽക്കണം. ഇവിടെ മുസ്ലിം സംഘടനകൾ, ആദർശ സംഘടനകൾ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ആളുകൾ രാഷ്ട്രീയമായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുഴുവനും ഭിന്നിപ്പിച്ച് 4ഉം 5ഉമാക്കി അതിനുശേഷം എവിടെയെങ്കിലും യു പിയിലെല്ലാം എവിടെയെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഉള്ള വോട്ടിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുകയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. മുസ്ലിം സംഘടനകൾ ആദർശപരമായ വ്യത്യാസമുള്ളത് ആദർശപരമായി ചർച്ച ചെയ്യട്ടെ, മാന്യമായി ചർച്ച ചെയ്തോട്ടെ. അതിൽ മാന്യത കുറവുണ്ടെങ്കിൽ തീർച്ചയായും അതും പരിഹരിക്കേണ്ടതാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതല്ല അടിസ്ഥാന പ്രശ്നം. രാഷ്ട്രീയ ഫാഷിസത്തെ പ്രതിരോധിക്കേണ്ടത് ജനാധിപത്യത്തിലൂടെയാണ്, ഭരണഘടന ഉപയോഗിച്ചിട്ടാണ്. അല്ലേ? അതിന് ഉള്ള മുസ്ലിം രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ അതിനെ വീണ്ടും ഭിന്നിപ്പിച്ച് അതിനെല്ലാം മേൽവിലാസമുണ്ടാക്കി എന്നിട്ട് ഓലെല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും നീച്ചെന്ന് പറയാ മുസ്ലിം സംഘടനകൾ APEക്കാണ് ഇവിടുത്തെ പ്രശ്നം, മുജാഹിദും സുന്നിയാണ് ഇവിടുത്തെ പ്രശ്നം. APEക്കും മുജാഹിദും സുന്നിയും ഒന്നല്ല ഇവിടുത്തെ പ്രശ്നം. രാഷ്ട്രീയമായി ഉള്ള ജനാധിപത്യപരമായി ഉള്ള മുന്നേറ്റത്തിന് വോട്ടുകൾ ഒരുമിക്കുകയാണ് വേണ്ടത്. അതിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായും ഇവിടെ ഫാഷിസത്തിനെതിരെയുള്ള സമരത്തിനെങ്കിലും ഒരുമിച്ച് നിൽക്കുവാൻ നമുക്ക് പ്രേരണ നൽകേണ്ടതാ. എൻ്റെ സംഘടനക്ക് മേൽവിലാസം ഉണ്ടാക്കാൻ വേണ്ടി എന്തുണ്ടാക്കുകയാണ്? ഉള്ള വോട്ടിനെ ഭിന്നിപ്പിക്കുക. പിന്നെ ഫാഷിസം കയറൂലേ? ഉത്തരേന്ത്യയിൽ എന്താ ഉണ്ടായത്? UPയിൽ എന്താ ഉണ്ടായത്?
33% മുസ്ലിങ്ങളുള്ളൊരു നാട്ടിൽ ഒരു മുസ്ലിം MLA ഇല്ലാതിരിക്കാനുള്ള കാരണം എന്തെന്ന് അന്വേഷിക്കണം നമ്മൾ. അവിടെ ഞാൻ രാഷ്ട്രീയക്കാരനല്ല, നിങ്ങൾക്കറിയാം. പക്ഷേ ഇത് നമ്മളിപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് AP EK ആണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ്. ഞാൻ AP അല്ല EK അല്ല. ഞാൻ പറഞ്ഞല്ല, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു സാധാ പ്രവർത്തകനാണ്. പക്ഷെ പുറത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് തീർച്ചയായും ആ തർക്കങ്ങൾ നടക്കുന്നത് കൊണ്ട് സമുദായത്തിൻ്റെ അഖണ്ഡതക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടൊന്നുമില്ല. അഖണ്ഡതക്ക് അപകടം ഉണ്ടായത് വോട്ടിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ തന്നെയാണ്. അവിടെ ഹൃദയങ്ങൾ ഐക്യപ്പെടണം, അത് വേറെ വിഷയം. ഇനി രണ്ടാമത്തേത്, അവിടെ മുസ്ലിം സംഘടനകൾക്ക്, ആദർശ സംഘടനകൾക്ക് ചെയ്യാനുള്ളത് മറ്റൊരു തലമാണ്. അതുകൂടി മനസ്സിലാക്കുക നമ്മൾ. തീർച്ചയായും ആദർശപരമായ ഭിന്നിപ്പ് സ്വാഭാവികമായും സമൂഹത്തിലുണ്ടാകും. ഇവിടെ ഫാഷിസം, ലോകത്ത് സാമ്രാജ്യത്വവും വളരാൻ വേണ്ടി ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധം എന്താ? ഇസ്ലാമോഫോബിയ എന്ന ആയുധമാണ്. ഇസ്ലാമിനെ ഭീതിപ്പെടുത്തുക എന്ന ആയുധമാണ്. തീവ്രവാദം എന്ന ആയുധമാണ്. അല്ലേ? ഇവിടുത്തെ ഹിന്ദു വോട്ടിനെ ഒരുമിപ്പിക്കുവാൻ വേണ്ടി അവരുപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആയുധം, അല്ലെങ്കിൽ ഹിന്ദു സാധാരണക്കാരൻ്റെ തലച്ചോറിനെ അടിമപ്പെടുത്തുന്നതിന് വേണ്ടി അവരുപയോഗിക്കുന്ന ആയുധം, ഇന്നത്തെ ഏറ്റവും വലിയ ആയുധം ഇസ്ലാമോഫോബിയയാണ്. ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകളാണ്. ഇതിപ്പോഴും ഇന്നലെ നിന്ന് തുടങ്ങിയല്ല. ഫാഷിസം രണ്ടാമത്തെ തരം, ഒന്നാമത്തെ തരം ഫാഷിസത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, പൊളിറ്റിക്കൽ ഫാഷിസം, രാഷ്ട്രീയ ഫാഷിസം. രണ്ടാമത്തെ തരം ഫാഷിസം കൾച്ചറൽ ഫാഷിസമാണ്, സാംസ്കാരിക ഫാഷിസം. സാംസ്കാരിക ഫാഷിസത്തെക്കുറിച്ച് ആ വിഷയം പഠിച്ച ആൾക്കൂട്ട മനഃശാസ്ത്രജ്ഞന്മാർ, വിൽഹം റീഹിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്, സാംസ്കാരിക ഫാഷിസം ബുദ്ധിജീവികളുടെ തലച്ചോറിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി അവർക്കാവശ്യമായ സാമൂഹ്യക്രമം നിർമ്മിക്കുകയാണ് ചെയ്യുക. ഹിറ്റ്ലർ പൊളിറ്റിക്കൽ ഫാഷിസത്തിൻ്റെ പ്രതീകമാണെങ്കിൽ ഗീബൽസ് സാംസ്കാരിക ഫാഷിസത്തിൻ്റെ പ്രതീകമാണ്. സാംസ്കാരിക ഫാഷിസം ചെയ്യലെന്താ? ബുദ്ധിജീവിയുടെ തലച്ചോറിലിറങ്ങും. അവിടെയാണ് ഈ ഇസ്ലാമോഫോബിയ സ്ഥിതി ചെയ്യുന്നത്. ആ ഇസ്ലാമോഫോബിയയെ ഇല്ലാതെയാക്കുവാൻ പണിയെടുക്കുക എന്നുള്ളതാണ് മതസംഘടനകളുടെ പ്രധാനപ്പെട്ട ദൗത്യം ഈ രംഗത്ത് മതസംഘടനകളുടെ പ്രധാനപ്പെട്ട ദൗത്യം ഇസ്ലാമോഫോബിയ എന്ന അപകടകരമായ ആയുധം സാധാരണക്കാരൻ്റെ ബുദ്ധിജീവിയുടെ തലച്ചോറിലേക്ക് ഇട്ടുകൊടുത്ത് ഇസ്ലാം ഇസ്ലാം ഭീകരപാട്, ഇസ്ലാം തീവ്രവാദപാട്, ഇസ്ലാം അപകടപാട്, ഖുർആൻ അപകടപാട് എന്ന് പറയുമ്പോൾ അല്ല, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതല്ല, തിരുസുന്നത്ത് പഠിപ്പിക്കുന്നത് അതല്ല, ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ല എന്ന് കൃത്യമായി സാധാരണക്കാരെ ബോധ്യപ്പെടുത്തുക എന്ന ദൗത്യപാട് മതസംഘടനകൾ നിർവഹിക്കേണ്ട ദൗത്യം. അതിന് ചിലപ്പോൾ ഭീകരതയുടെ പര്യായങ്ങളായി കടന്നു വരുന്ന ആളുകളെ ആദർശപരമായി തന്നെ നേരിടേണ്ടി വരും. ഫാഷിസത്തെ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം, അന്ന് ഫാഷിസം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഫാഷിസം ഈ രൂപത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവനും നടത്തിയ വലിയൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. വർഗീയത വളർത്തുന്ന ചരിത്രപാഠത്തിനെതിരെ എന്ന് പറഞ്ഞ്. ഇന്ന് JNUവിലും ഉയർന്ന കലാശാലകളിലുമെല്ലാമുള്ള മതനിരപേക്ഷ ബുദ്ധിജീവികൾ പറയുന്നു, പുതിയ കാലഘട്ടത്തിലെ സാംസ്കാരിക ഫാഷിസത്തിൻ്റെ വേരുകൾ നിങ്ങൾ പ്രൈമറി സ്കൂളിലും സെക്കൻഡറി സ്കൂളിലും പഠിച്ച ചരിത്ര പാഠപുസ്തകങ്ങളിലാണ് എന്ന്. അന്ന് MSM പുറത്തിറക്കിയ ലഘുലേഖ നിങ്ങൾക്ക് പരിശോധിക്കാം, വർഗീയത വളർത്തുന്ന ചരിത്ര പാഠപുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഇത് 1990കളിൽ ബാബരി മസ്ജിദ് തകരുന്നതിന് 6-7 വർഷങ്ങൾക്ക് മുമ്പ്, 1990കൾക്ക് മുമ്പ്, 1980കളിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഫാഷിസത്തിനെതിരെ തീവ്രവാദം കടന്നു വരുന്നതിന് മുമ്പ് കേരളത്തിലെ എല്ലാ തെരുവുകളിലേക്കും ഇറങ്ങിച്ചെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനയായ ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ ഫാഷിസത്തിനെതിരെ കൂട്ടായ്മ എന്ന് പറഞ്ഞ് എല്ലാ മതനിരപേക്ഷ സംഘടനകളെയും ഒരേ വേദിയിലിരുത്തി
കൃത്യമായി ചർച്ച ചെയ്തു. ഫാഷിസത്തിനെതിരെ മതനിരപേക്ഷ കക്ഷികളുടെ കൂട്ടായ്മയുണ്ടാകണം. അവിടെ സാംസ്കാരിക ഫാഷിസത്തെ തകർക്കാൻ, അതേപോലെ തന്നെ രാഷ്ട്രീയ ഫാഷിസത്തെ തകർക്കാൻ. രാഷ്ട്രീയ ഫാഷിസത്തെ തകർക്കേണ്ടത് മതനിരപേക്ഷ രാഷ്ട്രീയ കക്ഷികളാണ്. അവർക്കിതിൻ്റെ അപകടത്തെ പറഞ്ഞു കൊടുക്കാൻ ആ പ്രോഗ്രാം നടത്തിയത്. പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടം തീർച്ചയായും ഈ ഫാഷിസം വളരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം തീവ്രവാദമാണ്. ആ തീവ്രവാദത്തെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ മുജാഹിദ് പ്രസ്ഥാനമാണ് ആദ്യമായി സടകുടഞ്ഞെഴുന്നേറ്റത്. എന്നിട്ട് പറഞ്ഞത് തീവ്രവാദമല്ല മതം തീവ്രവാദത്തിനെതിരെയെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഈ ഇസ്ലാമോഫോബിയയാണ് ഏറ്റവും ശക്തമായ ആയുധം സാംസ്കാരിക ഫാഷിസത്തിൻ്റെ എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പരസ്യമായി ചർച്ചക്കിട്ടുകൊടുത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തണലിൽ വളരുന്ന കേരളത്തിലെ ഇസ്ലാമിക പ്രബോധക സംഘമായ നിച്ച് ഓഫ് ട്രൂത്ത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, അല്ല നാം ചെയ്തത് ഇസ്ലാമിനെ ജനങ്ങളുടെ പൊതു ചർച്ചയ്ക്ക് വേണ്ടി വലിച്ചെറിഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് വിമർശനമുണ്ടോ? വിമർശനം പറഞ്ഞോ, ഞങ്ങളുടെ ഉത്തരം കൂടി കേൾക്ക്, എന്നിട്ട് തീരുമാനിക്ക് എന്ത് വിമർശിക്കപ്പെടേണ്ടതാണോ ഇസ്ലാം, അതല്ല സ്വീകരിക്കപ്പെടേണ്ടതാണോ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭീകരനാണ് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഇന്ന സംഭവത്തിൻ്റെ ഇന്ന കാരണത്താൽ പറ, ഞങ്ങളുടെ ഉത്തരം കൂടി കേൾക്ക്, എന്നിട്ട് തീരുമാനിക്ക് റസൂലുള്ളാഹി ആദരിക്കപ്പെടേണ്ടവനാണോ അതല്ല ഭത്സിക്കപ്പെടേണ്ടവനാണോ. പരിശുദ്ധ ഖുർആനിൽ ഭീകരത വളർത്തുന്ന വചനങ്ങളുണ്ടെന്ന് അഭിപ്രായമുണ്ടോ? വചനം ഉദ്ധരിക്ക്, ഞങ്ങളുടെ ഉത്തരം കൂടി കേൾക്ക്, എന്നിട്ട് തീരുമാനിക്ക് ആ വചനങ്ങൾ സമാധാനത്തിൻ്റെതാണോ അതല്ല ഭീതിയുടേതാണോ എന്ന്. ഇങ്ങനെ തുറന്നിട്ട് കൊടുത്തത് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവർ തന്നെയാണ്. അത് സാംസ്കാരിക ഫാഷിസത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ ആയുധം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഇസ്ലാമിനെ പച്ചയായി തുറന്നിടുന്നതാണ്. ഇവിടെ സാംസ്കാരിക ഫാഷിസത്തിൻ്റെ ഏറ്റവും ശക്തമായ ആയുധമായ ഇസ്ലാമോഫോബിയ വളരാതിരിക്കുന്നതിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അത്തരം ആളുകളുടെ വായ മൂടിക്കെട്ടാൻ വേണ്ടി ഫാഷിസം ശ്രമിക്കുന്നത്. നമ്മൾ തിരിച്ചറിവുണ്ടാകണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് പ്രസ്ഥാനത്തിൻ്റെ പേരിലല്ല ഞാൻ പറഞ്ഞത്, പ്രസ്ഥാനത്തിൻ്റെ പേരിനപ്പുറത്ത് ഇന്നും നമ്മുടെ ദൗത്യം അതാണ് സുഹൃത്തുക്കളെ. മതനിരപേക്ഷ കക്ഷികൾ തീർച്ചയായും നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അത് അത്തരം കക്ഷികളുടെ കേന്ദ്രങ്ങളിൽ പോയി ചർച്ച ചെയ്യണം. അതെന്താ? മതനിരപേക്ഷ കക്ഷികൾ തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള തലങ്ങളിൽ ചർച്ച ചെയ്ത് ഏറ്റവും ചുരുങ്ങിയത് വോട്ടെങ്കിലും ഒരുമിച്ച് ജനാധിപത്യപരമായി ഫാഷിസത്തെ പ്രതിരോധിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിലോ നമുക്ക് തർക്കിക്കാം, നമുക്ക് സുന്നി മുജാഹിദ് പ്രശ്നം എന്ന് പറയാം, പക്ഷേ ഫാഷിസം വളരെ സമർത്ഥമായി ഇവിടെ കയറി വരും. അതോടൊപ്പം മതസംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ചർച്ച ചെയ്യട്ടെ. അതോടൊപ്പം ജനങ്ങൾക്കിടയിലേക്ക് ഇസ്ലാമിനെക്കുറിച്ച്, പ്രവാചകനെക്കുറിച്ച്, പരിശുദ്ധ ഖുർആനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കുവാൻ വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അതാണ് നമ്മുടെ ദൗത്യം. അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് അനുബന്ധമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അലി മേപ്പാടിയാണ്. ഞാൻ സ്ഥിരമായി അക്ബർ സാഹിബിനെ കേൾക്കുന്ന ഒരാളാണ്, യൂട്യൂബിലും മറ്റും. ഇന്ന് നമ്മുടെ ലോകം വിരൽത്തുമ്പിലായതുകൊണ്ട് തന്നെ യൂട്യൂബും ഇൻ്റർനെറ്റും ഇഷ്ടാനുസരണം ഏവർക്കും പ്രായഭേദമന്യേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരുടെയും സ്പീച്ചുകൾ നമ്മൾ എല്ലാവരും ജാതി മതഭേദമന്യേ കേൾക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അക്ബർ സാഹിബ് അതിൽ നിന്നും ഒരു വേറിട്ട ഒരു പ്രഭാഷകനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ സ്ഥിരമായി കേൾക്കാറുമുണ്ട്. ഇന്ന് നമ്മുടെ ഭാരതത്തെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറാണ് ഫാഷിസം. ഈ ഫാഷിസത്തെ എല്ലാവരും പൊതുവായി എതിർക്കുന്നതിന് പകരം നമ്മളുടെ ആളുകൾ സംഘടനാപരമായി സംഘടനയിലേക്ക് ആളുകളെ ചേർക്കുന്നതിന് വേണ്ടി സത്യത്തെ വിരുദ്ധമായി കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ യുവത്വം ശങ്കിച്ചു നിൽക്കുകയാണ്. എന്താണ് സത്യം, എന്താണ് നുണ എന്നുള്ളതിൽ ശങ്കിച്ചു നിൽക്കുകയാണ്. ഇന്ന് അവർ ഫേസ്ബുക്കിൻ്റെ പുറകിലും വാട്സപ്പിൻ്റെ പുറകിലുമാണ്. അതുകൊണ്ട് തന്നെ അക്ബർ സാഹിബിന് ഈ യുവത്വത്തെ, ഈ വേദിയിലുള്ള ഈ യുവത്വത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു സന്ദേശം എന്താണ്?
നമ്മുടെ സുഹൃത്തിൻ്റെ ചോദ്യം, ഫാഷിസത്തിനെതിരെ ഈ വേദിയിലെ യുവത്വത്തിന് നൽകാനുള്ള സന്ദേശം എന്താണെന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ ഫാഷിസത്തെ നമുക്ക് വൈകാരികമായി അടിച്ചമർത്താൻ കഴിയില്ല. ഫാഷിസത്തെ നമുക്ക് കേവലം പ്രതികരണങ്ങൾ കൊണ്ട് അടിച്ചമർത്താൻ കഴിയില്ല. പ്രതികരണങ്ങൾ ഫാഷിസം ആഗ്രഹിക്കുന്നതാണ്. എന്തിനു വേണ്ടി മദ്രസാധ്യാപകനെ കൊന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, അതിന് ശക്തമായ പ്രതികരണം ഉണ്ടാകണം, ആ പ്രതികരണം വഴി ആഗ്രഹിക്കുന്നത് നടക്കണം എന്നാണ്. നമ്മളെ പ്രതികരിക്കുന്നവരാക്കി, കേവലം പ്രതികരിക്കുന്നവരാക്കി തീർക്കുക എന്നത് ഫാഷിസം മാത്രമല്ല, മുമ്പ് ബ്രിട്ടീഷുകാരനും ശ്രമിച്ചതാണ്. അങ്ങനെയാണ് 1921 ഉണ്ടായത്. ബ്രിട്ടീഷുകാരൻ മുസ്ലിങ്ങളെ, സമാധാനപരമായി മുന്നോട്ട് പോയിരുന്ന മുസ്ലിങ്ങളെ അവരെ പ്രകോപിപ്പിച്ച് പ്രതികരിപ്പിക്കുന്നവരാക്കി. ആ പ്രതികരണമുണ്ടായപ്പോൾ അത് അടിച്ചമർത്താൻ എളുപ്പമായി. അങ്ങനെ മലബാറിലെ മുസ്ലിങ്ങളെ അതിക്രൂരമായി അടിച്ചമർത്തുകയും അവരിലെ യുവാക്കളെ മുഴുവനും കൊന്നുകളയുകയും അവരിലെ ബാക്കിയുള്ളവർ അന്തമാനിലേക്ക് നാടുകടത്തുകയും എല്ലാം ചെയ്യാൻ ബ്രിട്ടീഷുകാരൻ ഉപയോഗിച്ച തന്ത്രം നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കുക എന്ന തന്ത്രം. അവിടെ ആ പ്രതികരണത്തിൽ നിന്ന്, കേവല പ്രതികരണത്തിൽ നിന്ന് മാറി നിന്ന് ബുദ്ധി ഉപയോഗിച്ചത് കൊണ്ടാണ് പിന്നീട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നവോത്ഥാനമുണ്ടായത്, നന്മയുണ്ടായത്. ആ ബുദ്ധി ഉപയോഗിക്കാൻ പലപ്പോഴും കഴിയാത്തത് കൊണ്ടാണ് ഉത്തരേന്ത്യയിലെ പല പ്രദേശങ്ങളിലുമുള്ള മുസ്ലിങ്ങൾ ഇപ്പോഴും അധസ്ഥിതിയിൽ കഴിയുന്നത്. നമ്മൾ തിരിച്ചറിയണം. അവിടെ നമുക്ക് പ്രതികരിക്കണം. പ്രതികരണം എങ്ങനെ? ബുദ്ധിപരമായി പ്രതികരിക്കണം. ഫാഷിസത്തിൻ്റെ നാവും കയ്യുമാണ് അറിയേണ്ടത്. അതിന് ആയുധം പോരാ. അതിന് നിങ്ങൾ ഏതെങ്കിലും കൊന്നവനെ തിരിച്ചു കൊല്ലുന്നത് കൊണ്ട് കാര്യമല്ല. കാരണം ഈ കൊല്ലുന്നതും കൊല്ലിക്കുന്നതും മറ്റുള്ളവരാണ്. നിങ്ങൾക്ക് അവർക്ക് അടുത്തേക്ക് അടുക്കാൻ പോലും കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവരുപയോഗിക്കുന്ന ആയുധങ്ങളെ നിർവീര്യമാക്കലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് എനിക്ക് എത്ര കഴിയുമെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ സംഘടനകളെ കാത്തിക്കുകയാണ്. തീർച്ചയായും സംഘടനകൾ ചെയ്യണം. നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, ഒല്ല സംഘടന സുന്നി എന്ത് ചെയ്ത്, മുജാഹിദ് എന്ത് ചെയ്ത്, ജമാഅത്ത് എന്ത് ചെയ്ത്, തബ്ലീഗ് എന്ത് ചെയ്ത്, ലീഗ് എന്ത് ചെയ്ത്, KNL എന്ത് ചെയ്ത്. നമുക്ക് തിരിച്ചു ചോദിക്കാം, ഞാൻ എന്ത് ചെയ്തെന്നൊന്ന് ചോദിച്ചൂടെ? എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കൊന്ന് ആലോചിച്ചൂടെ? എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഹിന്ദുവിനോട്, ഞാൻ കൃത്യമായി പറയട്ടെ, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഹിന്ദുവിനോട് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് കേട്ട പോലെ അല്ല സുഹൃത്തെ എന്ന് പറയാൻ നമ്മൾക്ക് അതിന് വലിയ 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 പ്രഭാഷണ കാലമൊന്നും ആവശ്യമില്ലല്ലോ. ഖുർആൻ്റെ പരിഭാഷ ഒന്ന് വായിച്ചു കൊടുത്താൽ നമുക്ക് പറയാൻ പറ്റണമല്ലേ? അതിന് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും. എൻ്റെ യുവാക്കളോട് പറയാനുള്ളത് അതാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന ചിന്തയാണ് യുവാക്കളുടെ കൂട്ടായ്മകൾ ഉണ്ടാകുന്നതിന് കാരണം. ഇപ്പോൾ ഫോക്കസിനെ പോലുള്ളൊരു കൂട്ടായ്മ ഇസ്ലാഹി സെൻറ്ററിന് കീഴിൽ ഉണ്ടായി വരുന്നത്, അതേപോലെയുള്ള ആരാകട്ടെ കൂട്ടായ്മകൾ ഉണ്ടാകേണ്ടത് എനിക്കെന്ത് ചെയ്യാൻ കഴിയും, സമൂഹത്തിന് എന്ത് കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോഴാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്കെന്ത് കിട്ടും എന്നാണ്. അപ്പോഴാണ് സംഘടനകൾ സമൂഹത്തിന് ഭാരമായി തീരുക. സംഘടനകൾ ഉണ്ടാവുന്ന എപ്പോഴാണ്? അല്ലെങ്കിൽ അതിൻ്റെ ത്യാഗവും അതിൻ്റെ പ്രവർത്തനവും അതുണ്ടാക്കിയ നവോത്ഥാനവും അല്ല. എപ്പോഴാണ്? ഞങ്ങൾക്ക് എന്ത് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചപ്പോഴാണ്. പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം സമുദായത്തിന് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് കൊടുങ്ങല്ലൂരിലും തിരൂരങ്ങാടിയിലും തലശ്ശേരിയിലുമെല്ലാമുള്ള മുസ്ലിങ്ങൾ ചിന്തിച്ചപ്പോൾ അവരൊരുമിച്ച് കൂടിയിട്ടാണ് ആദ്യത്തെ കേരളത്തിലെ മുസ്ലിം സംഘടനയുണ്ടായത്, കേരള മുസ്ലിം ഐക്യ സംഘം എന്ന സംഘടന. എന്ത് കൊടുക്കാൻ പറ്റുന്ന പോലെ ചിന്തിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കണത് എന്താ? നമ്മൾ 4 ആൾ കൂടിയിട്ട് എന്തെങ്കിട്ട് കിട്ടും എന്നാണ്. എനിക്ക് ഇന്ന സ്ഥാനം കിട്ടിയിട്ടില്ല, എനിക്ക് അവിടെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കിട്ടിയിട്ടില്ല, എനിക്കത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഉള്ള ജനാധിപത്യക്രമത്തെ പൊളിക്കാം, ഞാനെന്ത് ചെയ്യാം, എൻ്റെ ഒരു പാർട്ടി ഉണ്ടാക്കാം. ഇങ്ങനെയാണ് നമ്മളെ ചിന്ത. ഞാനിത് പറയുന്നത് വളരെ കൃത്യമായി നമ്മൾ ചിന്തിക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രം ഏതെങ്കിലും പാർട്ടിക്ക് വക്കാലത്ത് പിടിക്കാനല്ല. ഇനിയും നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്. രാഷ്ട്രീയമായ സംഘാടനം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ആയുധം വോട്ടാണ്. ജനാധിപത്യത്തിൻ്റെ ആയുധം ഭരണഘടനയാണ്. നിങ്ങൾ ആയുധം ഉപയോഗപ്പെടുത്തിയിട്ട്
കത്തി കൊണ്ടും കഠാര കൊണ്ടും കുംഫു കളി കൊണ്ടും കരാട്ട കൊണ്ടും അല്ലെങ്കിൽ AK-47 കൊണ്ടും ഒന്നും ജനാധിപത്യ ക്രിയയിൽ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിലനിൽപ്പിന് വേണ്ടി പോരാടാനും കഴിയില്ല. അത് ആത്മഹത്യയുടെ മാർഗമാണ്. കഴിയുമായിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടന ആയിരുന്ന LTTEക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയേണ്ടിയിരുന്നു. ഇസ്ലാമികമല്ല, അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് എൻ്റെ യുവാക്കളോട് എന്ത് ഉപദേശം കൊടുക്കാനുണ്ട് എന്ന് ചോദിച്ചത് കൊണ്ടാണ്. എൻ്റെ യുവാക്കളോട് ഉപദേശിക്കാനുള്ളത്, നമ്മുടെ തലച്ചോറിനകത്ത് AK-47 ഇരമ്പട്ടെ, നമ്മുടെ തലച്ചോറിനകത്ത് ചിന്തകൾ വരട്ടെ. ഈ ആദർശപരമായി എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന്, സാംസ്കാരിക ഫാഷിസത്തിൻ്റെ ഏറ്റവും വലിയ ആയുധമായ ഇസ്ലാമോഫോബിയയെ തകർക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ചെറിയ ഏകകങ്ങളെങ്കിലും മതനിരപേക്ഷ കക്ഷികൾ, മുസ്ലിങ്ങളുടെ വോട്ടുകൾ ഒരുമിപ്പിക്കുവാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. അവിടെ പഞ്ചായത്ത് പണ്ട് പ്രസിഡൻ്റായപ്പോൾ അയാൾ ഇന്നത് ചെയ്തേക്കണ്, അത് കൊണ്ട് എനിക്ക് അയാളെ പറ്റൂല. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി അയാൾ അങ്ങനെ ചെയ്തേക്കണ്, അതും പറ്റൂല. മറ്റോനെ പറ്റുമോ? അതും പറ്റൂല. ബനി പറ്റുമോ? ഇല്ല, പറ്റൂല. അപ്പോൾ പറ്റാത്ത ആൾക്കാരെല്ലാവരും കൂടിയിട്ട് ഒരു പറ്റാത്തവരെ പാർട്ടി ഉണ്ടാക്കലല്ല, മറിച്ച് നമ്മൾക്കുള്ള ആയുധം ഭരണഘടനയും വോട്ടുമാണ് എന്ന് മനസ്സിലാക്കി അതിനെ ഉപയോഗിക്കാൻ ഒരുമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ രംഗത്ത് നിത്യമായ ശൂന്യതയായിരിക്കും. അതിനെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. അതിന് നമ്മൾ കേന്ദ്രത്തിലുണ്ടായിട്ട് ശരിയാവുമെന്ന് വിചാരിക്കലേ, നമ്മൾ പ്രദേശത്തുണ്ടാക്കണം, അവിടെ തുടങ്ങാം. എനിക്കെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കുക. എനിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എന്ന MM അക്ബറിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത്, എൻ്റെ സംഘടനയെക്കുറിച്ച് പോലുമല്ല. ഞാനെന്ന MM അക്ബർ എൻ്റെ സംഘടനയിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ, എൻ്റെ പ്രദേശത്തുകാരിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർ സയ്യിദ് അഹമ്മദ് ഖാനെ പറ്റി. സർ സയ്യിദ് സമുദായത്തിലേക്ക് ഇറങ്ങി വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്. സമുദായത്തിന് ഡൽഹിയിൽ അദ്ദേഹം വലിയ മൈതാനിയിൽ ഒരു വലിയ പ്രഭാഷണത്തിന് വേണ്ടി ആളുകളെ വിളിച്ചു കൂട്ടി, വലിയ സദസ്സ. ആ സദസ്സിൻ്റെ മുന്നിൽ അദ്ദേഹം വിഷയം അവതരിപ്പിച്ചു. നമ്മൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആധുനിക വിദ്യാഭ്യാസം നേടാൻ സമുദായമേ നമുക്കൊരു സ്ഥാപനം വേണം, നിങ്ങളുടെ കാശ് അതിനു വേണ്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സർ സയ്യിദ് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേജിലേക്ക് ഒരു ചെരുപ്പ് ഇങ്ങനെ വന്നു, എറിഞ്ഞതാണ്. അദ്ദേഹം ഈ ചെരുപ്പ് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കോളേജിന് വേണ്ടി, ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഒരു ചെരുപ്പ് സംഭാവന ചെയ്തിരിക്കുന്നു. ഇത് ഒന്ന് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഇത് അരച്ചെരുപ്പേ ആയിട്ടുള്ളൂ, വലത് കാലിൻ്റെ ചെരുപ്പേ ഉള്ളൂ, ഇടത് കാലിൻ്റെ ചെരുപ്പ് കൊണ്ട് അദ്ദേഹത്തിന് ഒരു കാര്യമില്ല, അതുകൊണ്ട് അതുകൂടി തന്നാൽ അത് രണ്ടും എനിക്ക് ഉപയോഗിക്കാമായിരുന്നു. രണ്ടാമത്തെ ചെരുപ്പും വന്നു, സ്വാഭാവികം. അദ്ദേഹം ഈ 2 ചെരുപ്പ് ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ സമുദായത്തിൻ്റെ സംസ്കാരം. ലോകത്ത് അത്യുത്തമ സമുദായമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞ സമുദായത്തിൻ്റെ സംസ്കാരം ഇതാണ് സഹോദരങ്ങളെ. അവിടെ നിന്ന് നമുക്ക് ഖൈർ ഉമ്മയിലേക്ക് പോകേണ്ടതുണ്ട്, അതിന് നമുക്ക് വിവരമുണ്ടാകേണ്ടതുണ്ട്, അതിന് നമുക്ക് സ്ഥാപനം വേണ്ടതുണ്ട്. ഇത് ലേലം ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാണ് ആ 2 ചെരുപ്പ് അവിടുന്ന് അദ്ദേഹം ലേലം ചെയ്തു. ഞാൻ പറയുന്നത് അദ്ദേഹം ഒരാളായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനാധിപത്യ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചരിത്രത്തിൽ ആ ഒരാൾ തുടങ്ങി വെച്ച ആ മെഴുകുതിരിയാട് ഇന്ന് ഉള്ള നന്മകൾ, ആ നന്മകളുടെ മുഴുവനും അടിത്തറായി എന്ന ചരിത്രം പഠിക്കുന്നവർക്കറിയും. നമുക്ക് തുടങ്ങാൻ നമ്മില്ലെന്ന്. നാളെ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. തുടങ്ങാൻ നമ്മൾ സന്നദ്ധമാണോ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ആത്മാർത്ഥമാകണം, സമൂഹത്തിന് കൊടുക്കാനാകണം, ആദർശത്തിന് കൊടുക്കാനാകണം, ഇങ്ങോട്ട് വാങ്ങാനാകരുത്. വാങ്ങാനാകുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകില്ല. അതിന് നമ്മൾ സന്നദ്ധമാവുക എന്നാണ് എൻ്റെ യുവാക്കളോട് സഹോദരങ്ങളെ നൽകുവാനുള്ള ഉപദേശം. വികാരമല്ല, വിചാരമാണ് ആവശ്യം. ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. തകർക്കേണ്ടത് ഫാഷിസത്തിൻ്റെ മസ്തിഷ്കത്തെയാണ്. അത് തകർക്കാൻ നമ്മുടെ ബുദ്ധി പ്രയോഗിക്കുക, വികാരം ഒഴിവാക്കി വെക്കുക എന്നതാണ് ചുരുക്കത്തിൽ ഉള്ള ഉപദേശം. ഹലോ, സമയത്തിൻ്റെ അഭാവം മൂലം ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ അനുവദിക്കുകയാണ്. ഒരു പ്രയാസമില്ല, അവനവൻ്റെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരമുണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യും. അസ്സലാമു അലൈക്കും. ഞാൻ അസീസ് വയനാട്. അക്ബർ സാഹിബിനോടാണ് ചോദ്യം. ആദ്യമായി പ്രബോധന മേഖലയിൽ
വളരെ സജീവമായി മുന്നോട്ട് പോകാനുള്ള ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു തആല അങ്ങേക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. യുവാക്കളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന വളരെ പ്രസക്തമായ ചോദ്യവേളയിലാണല്ലോ നമ്മളുള്ളത്. ഞാനിപ്പടുത്ത് നാട്ടിൽ നിന്ന് 2 മാസം വെക്കേഷന് പോയി വന്ന ഒരാളാണ്. സത്യത്തിൽ നമ്മുടെ സമുദായം യുവത്വത്തെ ഉപയോഗപ്പെടുത്തുന്നത് തക്ബീർ വിളിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഭാഗം, അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം തീവ്രമായി യുവാക്കളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു സമുദായം അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ട വല്ലാത്ത പ്രയാസകരമായ ഒരവസ്ഥ നാട്ടിലുണ്ട്. അപ്പോൾ യുവാക്കളെ ശരിയായ ദിശാബോധം കൊടുത്തുകൊണ്ട് മറ്റുള്ള ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സമുദായം യുവാക്കളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ എന്തൊക്കെ എൻ്റെ പ്രിയപ്പെട്ട അക്ബർ സാഹിബിന് കൊടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. പണ്ട് പിന്നെ ജൂഹ നാസറുദ്ദീൻ മൊല്ല ഒരിക്കൽ പള്ളിയിലെ മിമ്പറിൽ കയറിന്നിട്ട് പറഞ്ഞു, അപ്പോൾ ആൾക്കാരെല്ലാം കൂടി പ്രസംഗിക്കാൻ പോവാണല്ലോ. അതിന് അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്താ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയോ? അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കറിയാത്ത പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം. പിറ്റേന്ന് മൂപ്പര് മിമ്പറമ്മ കയറിയിട്ട് മൂപ്പര് ചോദിച്ചു, ഞാൻ എന്താ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയോ? ആ അറിയാം തന്നെ, കാരണം ഇന്നലത്തെ അനുഭവം ഉണ്ടല്ലോ. നിങ്ങൾക്കറിയുമെങ്കിൽ പിന്നെ എന്തിനു ഞാൻ പറയണം. 3-ാമത്തെ ദിവസം ആൾക്കാർ ഒത്തു, മൂപ്പരൊന്ന് പറ്റിക്കണമല്ലോ, അപ്പോൾ മൂപ്പരൊന്ന് പെടുത്തണമല്ലോ. അപ്പോൾ മൂപ്പര് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ പകുതി ആളുകൾ പറഞ്ഞു പിന്നെ അറിയാമെന്ന്, പകുതി ആൾക്കാർ അറിയില്ലാന്ന്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, അറിയുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ അതേപോലെ എനിക്ക് നമ്മൾ ചോദ്യങ്ങൾ കേട്ടപ്പോൾ തോന്നുന്നു എല്ലാവർക്കും ആശങ്കയുണ്ട്. സത്യത്തിൽ തമാശ പറയാനല്ല ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ആശങ്കയുണ്ട്. എന്ത് യുവത്വത്തിന് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യണം എന്ന് പറയണമെന്ന്. തീർച്ചയായും ഞാൻ നേരത്തെ 2-3 ചോദ്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെ ഒന്ന് പത്തിരി ഇങ്ങോട്ട് എടുത്തിട്ട് പത്തിരി തന്നെ അങ്ങോട്ട് എടുത്തിട്ട് എന്നുള്ള രൂപത്തിലുള്ള ചോദ്യമാണ്. എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. തമാശയാക്കേണ്ടതല്ല. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നിന്ന് നോക്കുമ്പോഴാണ് അത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നേ. അതിൻ്റെ ഉള്ളിൽ നാട്ടിൻ്റെ ഉള്ളിൽ കണ്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ നമ്മളടക്കം ആ ഒഴുക്കിൽ അങ്ങോട്ട് പോവുക. കാരണം നമ്മുടെ അടുത്തേക്ക് വരണത് ഒരു മദ്രസ അധ്യാപനമൊക്കെ ഒന്നില്ലേ, നിങ്ങളെന്താ മിണ്ടാതിരിക്കണമെന്നാണ്. തീർച്ചയായും മിണ്ടാതിരുന്നൂടാ. ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്ത് പറഞ്ഞ അതേ തലത്തിലാണ്. മിണ്ടാതിരുന്നുകൂടാ, മിണ്ടണം. പക്ഷെ എങ്ങനെ, എവിടെ, ഏത് രൂപത്തിൽ? ഇതിന് നമുക്ക് അച്ചടക്കം കൊടുക്കാൻ സംഘടനകൾക്ക് കഴിയണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉട്ടോപ്യൻ ആശയങ്ങൾ ഒഴിവാക്കുക. വെറുതെ നമ്മൾ നടക്കാത്ത കാര്യം വെറുതെ വയൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നടക്കാത്തൊരു കാര്യത്തിൽ നമ്മളിങ്ങനെ പിന്നെ ചർച്ച ചെയ്യുക. കാരണം കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും യോജിക്കണം, ഒരിക്കലും നടക്കൂല. നമുക്ക് പൂതിയൊക്കെ അല്ല, പൂതി നമ്മൾക്കെല്ലാം ഉണ്ട്, പക്ഷെ നടക്കണ്ടേ? വെറുതെ നമ്മൾ നടക്കാത്തൊരു കാര്യം തന്നെ പിന്നെയും പ്രസംഗിച്ചിടത്ത് എന്താ കാര്യം? അത് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കട്ടെ. ആ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതോടൊപ്പം തന്നെ ഖുർആൻ നമ്മളതെല്ലാണല്ലോ, ഒരു സംശയമില്ലല്ലോ. ആ ഖുർആനെ പറ്റിയാണ് പറയണത്. അത് തീവ്രവാദാന്ന്. നമുക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? തീവ്രവാദി ഇക്കയ്ക്ക് അഭിപ്രായം ഉണ്ടോ? എപിക്ക് അഭിപ്രായം ഉണ്ടോ? മുജാഹിദിന് അഭിപ്രായം ഉണ്ടോ? സുന്നിക്ക് അഭിപ്രായം ഉണ്ടോ? ജമാഅത്തിന് അഭിപ്രായം ഉണ്ടോ? തബ്ലീഗിന് അഭിപ്രായം ഉണ്ടോ? ആർക്കില്ല അഭിപ്രായം. എങ്കിൽ അത് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നായി പറഞ്ഞത്. അവിടെ നമുക്കൊരു സ്റ്റേജ് തന്നെ വേണമെന്നൊന്നുമില്ല, വേറെ സ്റ്റേജ് ആയിക്കോട്ടെ, എന്നാലും ആ പണി നടക്കുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നിക്ക് വേറെ മുജാഹിദിന് വേറെയാ? അല്ലല്ലോ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭീകരതക്ക് തിരികൊടുത്തിയ ആളായിട്ട് അവതരിപ്പിക്കുന്നത് മീഡിയ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മൗലൂദ് കഴിക്കണോ വേണ്ട എന്നുള്ളത് തർക്കിച്ചോട്ടെ. മൗലൂദ് കഴിക്കണോ വേണ്ട എന്നുള്ളത് തർക്കിച്ചോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കഴിക്കുന്നവനും കഴിക്കാത്തവനും റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പരിപാടിയൊക്കെ ഉണ്ടല്ലോ.
ജന്മദിനം കഴിക്കണോ, ജന്മദിന പരിപാടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ചിത്രം ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ, അല്ലാത്തവൻ അല്ലാത്ത പരിപാടിയിൽ ശ്രമിക്കട്ടെ. ആ തർക്കം നിർത്തിയിട്ട് ഇത് നടക്കുമെന്ന് വിചാരിക്കണ്ട. ഒരുമിക്കാൻ കഴിയുന്നിടത്ത് ഒരുമിക്കട്ടെ. ഞാൻ പറയുന്നത് സാംസ്കാരിക ഫാഷിസത്തിന് ഓരോ സംഘടനകളും ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ, വ്യക്തികൾ ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം വൈയക്തികമായ അനുഭവമായി കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മളെപ്പോലുള്ള ആളുകൾക്കുണ്ട്. ഞാനിപ്പോഴും ഓർക്കാട്, ഞാൻ അവസാനത്തെ ചോദ്യമാണ് അത് നിങ്ങളോട് പറയുന്നത് ഒരിക്കലും അനുചിതമാകില്ല എന്ന് കരുതാണ്. 15 കൊല്ലങ്ങൾക്കെങ്കിലും മുമ്പാണ്, 15 കൊല്ലങ്ങളെങ്കിലായി എൻ്റെ ഓർമ്മയിൽ, തൃശ്ശൂരിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടുത്തെ യൂണിയൻ സംഘടിപ്പിച്ച ഒരു മതാന്തര സംവാദം, അതിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടായി. ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചിട്ട്, ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ചിട്ട് ഒരു സ്വാമിയും ക്രിസ്തുമതത്തെ പ്രതിനിധീകരിച്ചിട്ട് ഒരു പള്ളിയിൽ അച്ഛനുമായിരുന്നു. സ്വാമി അന്താരാഷ്ട്ര പ്രസിദ്ധനായ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു സ്വാമിജിയാണ്. അദ്ദേഹം ഞങ്ങളെല്ലാവരും അരമണിക്കൂർ വീതം വിഷയം അവതരിപ്പിച്ചു. അതിൻ്റെ ശേഷം ഇതേപോലെയുള്ള ചോദ്യോത്തരമാണ്. ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ്, നിങ്ങളത് അടിവരയിടണം, ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഈ സ്വാമി പൊട്ടിത്തെറിച്ചു. അദ്ദേഹം ചോദിച്ചു, ഈ ഖുർആനുമായി, ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് മതനിരപേക്ഷ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുക? ഖുർആനിലല്ലേ പറയണത് ഹിന്ദുവിൻ്റെ തല നീട്ടി വെട്ടണമെന്ന്? ഖുർആനിലല്ലേ പറയുന്നത് ഹിന്ദുവിനെ കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്ന്? സ്വാമിയാണ് സംസാരിച്ചത്. ഞാൻ സ്വാഭാവികമായിട്ട് തിരുത്താൻ അവസരം ഉണ്ടായതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ച ആയത്തുകൾ, അദ്ദേഹം ഉദ്ദേശിച്ച ആയത്തുകളല്ല, അദ്ദേഹം നമ്പർ പറഞ്ഞിട്ടാണ് പറഞ്ഞ ആയത്തുകൾ. ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തിലെ 281-ാമത്തെ വചനത്തിലല്ല എങ്ങനെ പറയുന്നതെന്നിട്ടാണ് ചോദിച്ചത്. ഞാൻ ആ ആയത്തുകൾ ഉദ്ധരിച്ചിട്ട് ആ ആയത്തുകൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അതിന് ശേഷം മുമ്പുള്ള കാര്യം വിശദീകരിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ട്. ഒരു പുസ്തകം വായിച്ചപ്പോൾ കഴിഞ്ഞ 8-10 വർഷമായി എൻ്റെ മനസ്സിലുള്ളൊരു സംശയമാണ് ഇത്തരം ഒരു വേദിയിൽ വെച്ച് തിരുത്തപ്പെട്ടത്. അതിൻ്റെ അർത്ഥം എന്താ? ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളുടെ തലച്ചോറിൽ ഈ സാധനം കയറിക്കൂടിയിട്ട് എത്ര കാലമായി എന്നാണ്? 25 കൊല്ലെങ്കിലും ആയി എന്നാണ്. 25 കൊല്ലെങ്കിലും ആയി എന്നർത്ഥം. ഈ മനുഷ്യനോ, ഇദ്ദേഹം വലിയൊരു സ്വാമിയാണ്, അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസംഗിക്കുന്ന ആളാണ്, ലോകത്ത് പല സ്ഥലങ്ങളിലും ഗീതാജ്ഞാന പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സദസ്സിൽ എപ്പോഴും ബുദ്ധിജീവികളായ ഹിന്ദുക്കളുണ്ടാവുക, വിദ്യാസമ്പന്നരായ ആളുകളുണ്ടാവുക. അവരോടുള്ള സംവേദനങ്ങളിലെല്ലാം ഈ ആശയം കടന്നു വന്നിട്ടുണ്ടോ നമുക്കറിയോ? ഈ പുസ്തകം അദ്ദേഹത്തിന് മാത്രം കിട്ടിയതല്ലല്ലോ, ഈ ഒരു പുസ്തകം മാത്രമല്ലല്ലോ. ഇതാണ് തലച്ചോറിൽ സഹോദരങ്ങളെ അവർക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാകുന്നതിൽ, അവരെ സംഘടിപ്പിക്കാൻ ഫാഷിസ്റ്റുകൾക്ക് കഴിയുന്നതിൽ എന്ത് അത്ഭുതമുള്ളത്? നമ്മളെന്താ ചെയ്തത്? നമ്മൾ ചെയ്തത് എന്താ? ഒരു അധ്യാപകൻ എന്തോ നബിനെ പറ്റി എഴുതി കണ്ട് അയാളെ കൈ വെട്ടാൻ പോയി. പിന്നെ ആ വെട്ടാൻ പോയ ഈ ആയത്തും കേട്ട് ആ വെട്ടലും കണ്ടാൽ പിന്നെ എന്താ അവരുടെ തലച്ചോറിലുണ്ടാവുക? അപ്പം അതുകൊണ്ട് അവിടെയാണ് നമുക്ക് പണിയെടുക്കാനുള്ളത്, അവിടെ തന്നെയാണ് നമുക്ക് പണിയെടുക്കാനുള്ളത്. അത് തന്നെയാണ് എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്. സഹോദരങ്ങളെ, ഇത് വലിയൊരു സന്തോഷകരമായ മോശമായി എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത്രയും യുവാക്കൾ ഒരുമിച്ച് കൂടി നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന സമയം ഇതിൻ്റെ പ്രോഡക്റ്റായി, ഇതിൻ്റെ ഫലമായി ഇൻഷാ അല്ലാഹ് ക്രിയേറ്റീവായ സർഗാത്മകമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ. അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ചോദ്യങ്ങൾ ഇനിയും ലഭിച്ചിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് വൈകിയത് മൂലം നാം അത് ഒഴിവാക്കേണ്ടി വന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് ഒരു പ്രത്യേക അറിയിപ്പ്. ഈ അൽ റയ്യാൻ പോളിക്ലിനിക്ക് നമുക്ക് വേണ്ടി ഒരു പ്രത്യേക സ്പെഷ്യൽ ഓഫർ നൽകിയിട്ടുണ്ട്. ഈ ഒരു കൂപ്പൺ ഫോക്കസിൻ്റെ വളണ്ടിയേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്യുന്നതാണ്. നിങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും അതിൽ ഫില്ല് ചെയ്ത്
ഇവിടെ തിരിച്ചേൽപ്പിക്കുക. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 ആളുകൾക്ക് അൽ റയ്യാൻ അടുത്തൊരു വർഷത്തേക്ക് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റും എല്ലാ വിഭാഗത്തിലെയും കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ മെഡിസിനും സൗജന്യമായിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഓഫർ ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഈ കൂപ്പൺ ഫിൽ ചെയ്ത് തിരിച്ച് കൊടുക്കുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 3 പേർക്കാണ് ഈ ഓഫർ ഉള്ളത്. അടുത്തതായി ഒരു ചോദ്യമുണ്ട്, അതിന് ഉത്തരം നൽകുന്നത്. ഒരു ചോദ്യത്തിന് ഉത്തരം നൽകണമെന്ന് പ്രൊസീഡിയത്തിലെ നിർബന്ധമാണ്. An eye for an eye, a tooth for a tooth. How relevant is this phrase? If we are to think using fascism against fascism, meaning why can't Islam be fascist and feed truth against tyranny? ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ട് ഫാഷിസത്തെ ഫാഷിസം കൊണ്ട് തടഞ്ഞുകൂടാന്നാണ്. ഇതുവരെയുള്ള ചോദ്യത്തിൻ്റെ മാതിരി നീച്ചെന്ന് ചോദിക്കായിരുന്നു ശരി. കാരണം പിന്നെ അതാണല്ലോ അതിൻ്റെ നമ്മുടെ യുവാക്കളല്ലേ. അപ്പോൾ ഏതായാലും എന്തുകൊണ്ട് ഫാഷിസത്തെ ഫാഷിസം കൊണ്ട് തടഞ്ഞുകൂടാ? ഒന്നാമതായി ഇസ്ലാമികമായ രീതിയല്ല അത്. രണ്ടാമതായി ജനാധിപത്യ സമൂഹത്തിൽ അത് തകർച്ച മാത്രമേ ഉണ്ടാക്കൂ, അത് ആത്മഹത്യാപരമാണ്. ഇസ്ലാമികമായ രീതിയല്ല എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിൽ അങ്ങനെയില്ല എന്നുള്ളത് കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീണ്ട 13 വർഷക്കാലം മക്കയിൽ പ്രബോധനം നടത്തി. ഇന്നത്തെ ഫാസിസ്റ്റുകളെക്കാൾ വലിയ പ്രയാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കാ മുശ്രിക്കുകൾ ഉണ്ടാക്കി. റസൂലുള്ള എങ്ങനെ പ്രതികരിച്ചത്? തീർച്ചയായും ഇസ്ലാമികമായ ഭരണം ലഭിച്ചതിന് ശേഷം റസൂലുള്ള ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ആദർശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട്. ആ യുദ്ധത്തിന്, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ യുദ്ധത്തിന് ആരും എതിരല്ല. പക്ഷേ ഒരു ന്യൂനപക്ഷ സമൂഹത്തിൽ മക്ക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമിക്കുക മാത്രമല്ല ചെയ്തത്, ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് പീഡനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് റസൂലുള്ള പലതവണ ശ്രമിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ, പ്രവാചകനും കുടുംബത്തിനുമെതിരെ ഈ ബഹിഷ്കരണം ഏർപ്പെടുത്തിയപ്പോൾ ഷീബ് അബി താലിബിൽ അവർ 3 വർഷത്തോളം ഭക്ഷണം കഴിക്കാതെ ജീവിച്ച സന്ദർഭത്തിൽ റസൂലുള്ള സമൂഹത്തിലെ നിയമങ്ങൾ, ആ സാമൂഹികമായ ഗോത്രാധിപത്യ സമൂഹത്തിലെ നിയമങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ പോയി മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ആരാരും സഹായിക്കാനില്ലാത്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിലെ നിയമങ്ങൾ, ആ സമൂഹത്തിൽ ഗോത്രാധിപത്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് റസൂലിന് സംരക്ഷണം ലഭിക്കാൻ ശ്രമിച്ചു. ഇതേപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് ഒരു മതനിരപേക്ഷ സമൂഹത്തിന് ലഭിക്കാവുന്നതിൽ വെച്ച് നല്ല ഭരണഘടന ഇപ്പോഴുമുണ്ട്. ആ ഭരണഘടന മാറ്റാനുള്ള ശ്രമമാണ് ഇനി ഉണ്ടാവുക. അവിടെയെല്ലാം തന്നെ അതിനെതിരെ നിയതമായി അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ ജനാധിപത്യപരമായി അതിനെതിരെ ബുദ്ധിപരമായി നീങ്ങുകയും ചെയ്യാൻ വേണ്ടത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഒരിക്കലും തന്നെ ഇന്ത്യ എന്ന സ്ഥലം, ആ ഇന്ത്യ എന്ന രാജ്യത്ത് കേവലം 10% ഒരല്പം അധികം മാത്രമുള്ള മുസ്ലിങ്ങൾ, 80% വരുന്ന ഹിന്ദുക്കൾ, ബാക്കി ചെറിയ ശതമാനങ്ങളുള്ള മറ്റു വിഭാഗങ്ങൾ. ഈ സമയത്ത് മുസ്ലിങ്ങൾ കൂടുതൽ ഫാഷിസ്റ്റ് വൽക്കരിക്കുമ്പോൾ അതിൻ്റെ ഫലം, അതിൻ്റെ അപകടം മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവുക. ഇപ്പം കേരളത്തിൽ മൊത്തത്തിലൊരു വർഗീയ കലാപമുണ്ടായാൽ അതിൻ്റെ ഗുണഫലം ആർക്കാണ് ഉണ്ടാവുക എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടായാൽ മതി. ആർക്കുണ്ടാവുക? ഫാഷിസ്റ്റുകൾക്കല്ലാതെ വേറെ ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ പ്രതികരിപ്പിക്കുന്നതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാഷിസത്തിന് മറുമരുന്ന് ഫാഷിസമല്ല.
ഫാഷിസത്തിന് മറുമരുന്ന് ജനാധിപത്യമാണ്, മതനിരപേക്ഷ കക്ഷികളുടെ കൂട്ടായ്മയാണ്, ഫാഷിസത്തിൻ്റെ ആയുധങ്ങളുടെ നിർവീര്യമാക്കലാണ്. ആ നിർവീര്യമാക്കലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ നിർവഹിക്കപ്പെടേണ്ടത്. ഫാഷിസത്തിനെതിരെയുള്ള കൂട്ടായ്മയാണ് മതനിരപേക്ഷ കക്ഷികളുടെ വോട്ടുകൾ ഒരേ പെട്ടിയിൽ വീഴുന്ന രൂപത്തിലാക്കി തീർത്തുകൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യം. അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ ചോദ്യം മാത്രം ബാക്കിയാകരുത് എന്ന് പ്രസിഡിയം നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിവേകത്തോടുകൂടി ഈ സമൂഹത്തെ മുന്നിൽ നടക്കുവാൻ, അങ്ങനെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കുവാൻ ഉള്ള മനസ്സിനും ശരീരത്തിനും അള്ളാഹു നമുക്കെല്ലാം കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.